People are also in the space of experimenting. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. ഐ തിങ്ക് ഡിജിറ്റൈസേഷൻ ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്. പീപ്പിൾ ഗോട്ട് ലോട്ട് ഓഫ് എക്സ്പോഷർ. പിന്നെ യങ് ജനറേഷൻ സ്റ്റാർട്ടഡ് ട്രാവലിംഗ്. ദേ ഗോട്ട് ടു നോ കുറേ ഇന്ത്യൻ ബ്രാൻഡ്സും സ്റ്റൈൽസും. ഇനീഷ്യലി ഞാൻ കുറേ ലൂസ് ഫിറ്റ് സ്റ്റൈൽസ് ചെയ്യുമായിരുന്നു. പക്ഷെ അവരെൻ്റെ അടുത്ത് ചില കസ്റ്റമേഴ്സ് പറഞ്ഞു, ഇതെന്താ മെറ്റേണിറ്റി വെയർ ആണോ, ഇതെന്തിനാ? പക്ഷെ ദെൻ ദേ സ്റ്റാർട്ടഡ് വെയറിങ് ഇറ്റ് ആൻഡ് ദേ കെയിം ബാക്ക് ആൻഡ് സെഡ്, ദിയ ദിസ് ഇസ് മോർ കംഫർട്ടബിൾ. ഷോർട്ട് ഡ്രസ്സ് ഇടുന്നതിനൊക്കെ എന്നെ കൊണ്ട് മാറ്റിച്ചിട്ടുണ്ട്. ജീൻസ് മാറ്റി വരണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ട്രോമറ്റൈസ് ചെയ്യും സംടൈംസ്. എക്സ്ട്രോവേർട്സ് ആർ വെരി ബോൾഡ് ആൻഡ് ബ്രേവ്. നമ്മുടെ അകത്തും ഇതൊക്കെ ഉണ്ടാവും. അപ്പം നമ്മളിങ്ങനെ എനിക്ക് എന്തോ ഒരു കുഴപ്പമുള്ള കുട്ടിയാന്ന് തോന്നുന്നു, പക്ഷെ എന്നെ സാധാ ഒരു രീതിയിൽ ജനിപ്പിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ ഞാനിത്. ഫാഷൻ പഠിച്ചു കഴിഞ്ഞെങ്കിലും ഞാൻ കൂടുതലും പഠിച്ചത് എൻ്റെ ബിസിനസ് തുടങ്ങിയിട്ട് തന്നെയാണ്. സോൾട്ടിൽ നിന്നാണ് എൻ്റെ എല്ലാ ലേണിംഗ് എക്സ്പീരിയൻസും എൻ്റെ എക്സ്പോഷറും എല്ലാം. അപ്പോൾ യു ഹാവ് ടു ഓൾസോ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ മാർക്കറ്റ്. മാർക്കറ്റിന് ഒട്ടും ഇല്ലാത്തൊരു സാധനം, ഫിറ്റും ചെയ്യാത്തൊരു സാധനം നമ്മൾ തുടങ്ങിയിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഒരു സുന്ദരിമാരും നമ്മുടെ ഈ ഫാഷൻ ഇതിലോ അല്ലെങ്കിൽ ഒരു സ്റ്റീരിയോ ടൈപ്പിൽ കറക്റ്റ് മെഷർമെൻറ്റ്സും ഇങ്ങനെ ആയിരിക്കണം, അതൊന്നുമല്ല. ഒരു ഡേ ഉണ്ട് ഞങ്ങളുടെ ടീം മീറ്റിംഗ് ഇതിൽ. അപ്പോൾ ഞാൻ വൺ സജഷൻ ഫോർ മീ ടു ബി എ ബെറ്റർ ലീഡർ ഉണ്ട്. അപ്പോഴാണ് എനിക്കുള്ള ക്രിറ്റിസിസം കിട്ടുന്നത്. ഞാൻ ബിലീവ് ചെയ്യുന്നത് നമ്മുടെ തന്നെ പേഴ്സണാലിറ്റിയുടെ ഒരു നെക്സ്റ്റ് ലെയർ മാത്രമാവണം നമ്മുടെ ക്ലോത്ത്സ്. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് വസ്ത്രങ്ങൾ കൊണ്ട് കഥകൾ മെനയുന്ന ഒരാളാണ്. ഈ കഥകൾ ലോകത്തിൽ പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചു, പല ആളുകൾ ധരിച്ചു. ഭയങ്കര രസമായിട്ട് ഒരു ഇൻഡിവിജ്വലിൻ്റെ പേഴ്സോണേനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് പോലെ എങ്ങനെ അവരുടെ ക്ലോതിങ്, അവരുടെ അറ്റയർ എങ്ങനെ അത് കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ ഭയങ്കര രസമായിട്ട് ഡിസൈൻ എലമെൻസിനെ കൊണ്ടുവന്ന് നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരുന്ന ദിയ ജോണാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ഫാഷനിസ്റ്റയാണ്. ഷീ ഈസ് എ ഫാഷൻ ഓൺട്രപ്രനർ. ഓൾസോ ഷീ മോഡൽസ് വിത്ത് ഹെർ ഓൺ ഡ്രസ്സസ് ആൻഡ് വി ക്യാൻ കോൾ ഹെർ ആസ് എ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആസ് വെൽ. സോ ദിയയുടെ ക്ലോത്തിങ് ബ്രാൻഡ് ഇപ്പോൾ 10 years ആവുന്നു. ആൻഡ് ഹെർ ഓണം കളക്ഷൻസ് വിച്ച് ഹാഡ് എ ബോഹോ സ്റ്റൈൽ ഹാഡ് ലോഡ് ഓഫ് ഇൻട്രസ്റ്റിംഗ് എലമെൻറ്റ്സ്. അത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റെസ്പോൺസസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഹെർ ഡിസൈൻ, ഹെർ കനികുസൃതി ക്യാൻസിൽ ധരിച്ച ദിയയുടെ സ്റ്റൈലിംഗ് ഫാഷൻ അറ്റയർ വാസ് ഓൾസോ ഹാഡ് ക്രിയേറ്റഡ് എ ലോട്ട് ഓഫ് കോൺവെർസേഷൻസ്. അപ്പോൾ ദിയയോട് നമുക്ക് വിമൻ ഫാഷൻ, വെയറിങ് ഡ്രസ് അക്കോർഡിംഗ് ടു യുവർ ബോഡി ആൻഡ് ഹൗ യു ഷുഡ് ആക്ച്വലി ലുക്ക് അപ്പ് വെൻ യു ഡ്രസ് അപ്പ് എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് ദിയ. ഹായ്, വെൽക്കം ടു മലബാർ ജേണൽ. താങ്ക് യു. ഹൗസ് ഇറ്റ് ഗോയിങ്? Going great. So amazing. ഓണമൊക്കെ കഴിഞ്ഞല്ലോ. സോ ഓണം ടൈമിൽ ഇറ്റ് വാസ് നോട്ട് ദാറ്റ് കളർഫുൾ, ബട്ട് ഇറ്റ് വാസ് കളർഫുൾ. നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു ടിപ്പിക്കൽ നമ്മുടെ ഒരു കളർ കോഡിങ്ങിനോട് അതിൻ്റെ കൂടെ കൃത്യമായി ഫ്ലൂറസൻസും ബ്രൈറ്റ് കളേഴ്സും വൈബ്രൻസിയും മിക്സപ്പ് ചെയ്തിട്ട് യു ഡിഡ് എ ലോട്ട് ഓഫ് ഡിസൈൻസ് ആൻഡ് also the way you presented it out also was like fantastic. Can you talk about the ideation and the execution part of it? Yes. So I took inspiration of boho. Boho is about free spirited energy, കുറച്ചും കൂടെ ഒരു ട്രാവൽ, പ്ലേഫുൾ, ഫൺ. അതായിരുന്നു ഞങ്ങളെ ഒരു ഇൻസ്പിറേഷനായിട്ട് എടുത്തത്. സോ വി വർ തിങ്കിങ് കേരള ഇസ് വെരി മിനിമൽ. നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ ഫെസ്റ്റിവലാണല്ലോ ഓണം. ഓണത്തിന് പോലും നമ്മൾ എന്താണ് ഒരു ഓഫ് വൈറ്റ് കസവ്, നമ്മൾ ഭയങ്കര മിനിമലിസ്റ്റിക് സ്പേസിലാണ്. അപ്പോൾ ഞാൻ വെച്ചു അതിലെങ്ങനെ കുറച്ച് ഫൺ ആൻഡ് പ്ലേഫുൾനെസ് ആഡ് ചെയ്യാം. അപ്പോൾ സോൾട്ട് ഓൾവേസ് ഡസ് കണ്ടംപററി ഡിസൈൻസ് ആൻഡ് ആ ഡിസൈൻസിലെല്ലാം ഞങ്ങൾക്ക് ആ പ്ലേഫുൾനെസ്സും ഫണ്ണും കൊണ്ടുവരണം എന്നുള്ളത്. അപ്പോൾ ഓണത്തിലും അങ്ങനെ ഒരു ഫൺ കൊണ്ടുവരാം. അപ്പോൾ ദെൻ വി തോട്ട് ഓക്കെ, ബോഹോ ഇസ് എ നൈസ് തീം. സോ ആ ഒരു ബോഹോ എനർജി ഈസ് എവ്രിവെയർ അക്രോസ് ദ വേൾഡ്. ദർ ആർ ബൊഹീമിയൻസ് ആൻഡ് ആ ഫ്രീ സ്പിരിറ്റഡ് പീപ്പിൾ. So we thought we can add some elements which shouldn't be too jarring also, because end of the day ആ ഒരു കുറച്ചൊരു മിനിമൽ സ്പേസിൽ തന്നെ നിന്ന് we thought അതിനിങ്ങനെ ലെയർ ചെയ്യുമ്പോഴും അതിനെ സ്റ്റൈൽ ചെയ്യുമ്പോഴും വേണമെങ്കിൽ ഒരു മാക്സിമലിസത്തിലോട്ട് ചെയ്യാം. അത് മാത്രമായിട്ട് വെയർ ചെയ്യുമ്പോൾ മിനിമൽ സ്പേസിലും നിൽക്കാം വിത്ത് എലമെൻറ്റ്സ് ഓഫ് ഫ്യൂ കളേഴ്സ്. ഒരു it shouldn't be too loud as well, because that is we are, and also we are catering to such customers. അപ്പോൾ വി തോട്ട് ഓക്കെ ദിസ് ടൈം അങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു ഇൻസ്പിറേഷൻ എടുത്ത് എത്രത്തോളം മലയാളീസിന് നമുക്കൊരു ഫ്രീ സ്പിരിറ്റഡ് എനർജി കൊണ്ടുവരാൻ പറ്റും എന്ന് ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. റെസ്പോൺസ് വാസ് സോ അമേസിങ്. ഞങ്ങൾ തന്നെ ശരിക്കും ഓവർവെൽംഡ് ആയി.
ഞങ്ങളപ്പോൾ കുറച്ചൊരു സേഫ് ഇതുണ്ടല്ലോ, അതായത് നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് അത്രയും ലൂമിൽ ചെയ്തെടുക്കാൻ സമയവും വേണം. അപ്പം ഞങ്ങൾ എല്ലാം ഇങ്ങനെ കുറച്ച് പീസസ് മതി. ഇത്ര വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് സാരി ഫോക്കസ് അത്രയും ചെയ്യുന്ന ഒരു ബ്രാൻഡ് അല്ല. അപ്പോൾ ഓണം വരുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഐ ആം ഫ്രം കേരള ആൻഡ് ഓണം ഇസ് അവർ ബിഗ്ഗസ്റ്റ് ഫെസ്റ്റിവൽ ആൻഡ് അറ്റ് ദാറ്റ് ടൈം യു ഓൾ വെയർ ഓണം സാരീസ്. അങ്ങനെയാണ് ഞങ്ങൾ ഓണം സമയമാണ് മെയിൻലി സാരി ഫോക്കസ് ചെയ്ത് ചെയ്യുള്ളൂ. അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്ക് എന്നുള്ള രീതിയിലാണ് ചെയ്തത്. ബട്ട് വി ഗോട്ട് ലോട്ട് ഓഫ് ഓർഡേഴ്സ്. നമുക്ക് കണ്ടിന്യൂസ്ലി ലൂമിന് കൊടുത്ത് കുറേ ഓർഡേഴ്സ് ചെയ്യാൻ പറ്റി. ആൻഡ് അതിൻ്റെ കോൺസെപ്റ്റിൽ ഞങ്ങൾ ആ വീവിങ് ടെക്നിക്കും ഒരു തിക്ക് വെഫ്റ്റ് ടെക്നിക്കാണ് ട്രൈ ചെയ്തത്. അതും കുറച്ച് സമയമെടുത്ത് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ അവിടുത്തെ ചേച്ചിമാരെ കൊണ്ടൊക്കെ കുറച്ചൊന്ന് അത് പഠിപ്പിച്ച് ചെയ്യാനൊക്കെ ഇനീഷ്യലി അവർ കുറച്ച് ഹെസിറ്റൻ്റ് ആയിരുന്നു. പക്ഷെ പിന്നെ അവർക്കും ഇഷ്ടപ്പെട്ടു. ഫൈനൽ പ്രോഡക്റ്റ് കാണുമ്പോൾ അവരും ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ സ്റ്റൈലിങ്ങും ഞങ്ങൾ ഇൻട്രസ്റ്റിംഗ് കട്ട്സ് ആൻഡ് സ്റ്റൈൽസ് ബ്ലൗസസിൽ കൊണ്ടുവന്നു ഇൻസ്റ്റെഡ് ഓഫ് വെരി ട്രഡീഷണൽ ബ്ലൗസസ്. ആൻഡ് വി ക്രിയേറ്റഡ് കുറച്ച് ആക്സസറീസ് ലൈക്ക് ബെൽറ്റ്സ്, ഹെയർ ആക്സസറീസ്, നെക്ക് പീസസ്, ഹാൻഡ് കഫ്സ്, അങ്ങനെയൊക്കെ. ദാറ്റ് വി ഇനീഷ്യലി മെയ്ഡ് ഫോർ ഒരു ഷൂട്ട്, ക്യാമ്പയിൻ ഷൂട്ടിന് നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് വീൽ സീ ഹൗ ഇറ്റ് ഗോസ്. ബിക്കോസ് ഐ ഓൾവേസ് ഫീൽ സ്റ്റൈലിംഗ് എലമെൻസും കൂടെ ഉണ്ടെങ്കിൽ എനിക്കും ഹെൽപ്പ് ചെയ്യാം കസ്റ്റമേഴ്സിന് വേറെ കുറച്ച് ലുക്ക് കൊണ്ടുവരാൻ. അല്ലെങ്കിൽ ഐ ഹാവ് ടു കീപ് ടെൽ ദം ചെക്ക് ഔട്ട് ദിസ് ഓൺലൈൻ സൈറ്റ് ഓർ ഗോ ദെയർ, യു ക്യാൻ ബൈ. ദാറ്റ്സ് ഓൾവേസ് റിക്വയർമെൻറ്റ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എപ്പോഴും വരാറുള്ളത് അതാണ്. ഇതെങ്ങനെ ഇടണം ദിയ, ഇടയ്ക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യും, ഇടയ്ക്ക് എന്നെ വിളിക്കും എൻ്റെ ക്ലോസ് ഫ്രണ്ട്സും കസ്റ്റമേഴ്സൊക്കെ. അപ്പോൾ ഞാൻ വെച്ചാൽ കുറച്ച് പ്രോഡക്ട്സ് നമുക്ക് ചെയ്ത് വെച്ചൂടെ. ദാറ്റ്സ് വെൻ ഐ തോട്ട് എനിക്ക് ഫ്ലഡ്സിലും കോവിഡ് സമയത്തൊക്കെ കുറേ സ്റ്റോക്ക് കയ്യിലിരിക്കുന്നുണ്ട്, നമുക്കതൊന്നും ചെയ്യാനും പറ്റില്ല. എപ്പോഴും ആ തുണിയെ കാണുമ്പോൾ എനിക്ക് ഇതൊക്കെ എന്ത് ചെയ്യും, നമ്മളിത് എവിടെ കൊടുക്കും, എന്താ ചെയ്യുക. പിന്നെ കുറേ നമ്മൾ നല്ല നല്ല സിൽക്കിൻ്റെ ഒക്കെ കട്ട് പീസസ്, കോട്ടൺസിൻ്റെ കട്ട് പീസ്, അത് ഒരിക്കലും എനിക്ക് കളയാൻ തോന്നാറില്ല. ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റാഫിനോട് പറയും അത് എടുത്ത് വെക്കേട്ടാ, നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറയും. ബട്ട് ദെൻ വി തോട്ട് ഓക്കെ വൈ കാൺ വി അപ്സൈക്കിൾ, അതൊരു നല്ലൊരു ഇതല്ലേ. നമുക്ക് ഈ കളയുന്നത് ഭയങ്കര വിഷമം, കൂട്ടി കൂട്ടി വെച്ച് സ്ഥലം വേണമല്ലോ. എന്നാൽ നമുക്ക് അപ്സൈക്കിൾ ചെയ്യാം. അങ്ങനെയാണ് ഹെയർ പരന്താസ് ഞങ്ങൾ ചെയ്തത്. എല്ലാം ലെഫ്റ്റ് ഓവർ ഫാബ്രിക്സിന് ഞങ്ങൾ ഫുൾ സെഗ്രിഗേറ്റ് ചെയ്ത് കളർ കോമ്പിനേഷൻസ് ഡെവലപ്പ് ചെയ്ത് ഹെയർ ആക്സസറിയും കൂടെ വരുമ്പോൾ ഇറ്റ്സ് ലൈക്ക് അപ് ടു ദ പേഴ്സൺ. വേണമെങ്കിൽ കുറച്ച് ലൗഡായി കുറച്ചൊരു ഫൺ എലമെൻറ്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ മിനിമലായിട്ട് സാരി ആൻഡ് ബ്ലൗസ് ഇട്ടാലും ഇറ്റ്സ് അത്യാവശ്യം ഫൺ ആൻഡ് ഒരു ഷീക്ക് ലുക്ക് കിട്ടും. ആൻഡ് ദീസ് ഹെയർ ആക്സസറീസ് കസ്റ്റമേഴ്സ് സ്റ്റാർട്ടഡ് വെയറിംഗ് വിത്ത് വെസ്റ്റേൺ ഷർട്ട്സ് ആൻഡ് ഡെനിം ട്രൗസേഴ്സ്, അങ്ങനെയും നന്നായി പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും നല്ലൊരു ഓവർവെൽമിങ് റെസ്പോൺസ് കിട്ടി. പീപ്പിൾ ആർ ഓൾസോ ഇൻ ദ സ്പേസ് ഓഫ് എക്സ്പെരിമെൻറ്റിങ്. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. ബിക്കോസ് ഐ ബീൻ ഡൂയിങ് ദിസ് ഫോർ ലാസ്റ്റ് 10 years. അപ്പോൾ വെൻ കസ്റ്റമേഴ്സിൻ്റെ ആ ഒരു ചേഞ്ച് വെൻ ദേ ഓപ്പൺ ഫോർ experimenting as a designer, I'll be more happy. Then നമുക്ക് കൂടുതൽ അടിപൊളിയായി ചെയ്യണം എന്ന് നമുക്കൊരു മോട്ടിവേഷൻ കിട്ടുമല്ലോ. നമുക്ക് പൊതുവേ ഒരു സാധനം ഉണ്ടല്ലോ, നമ്മുടെ ഒരു കംഫർട്ട് സ്പേസ്, അത് നമ്മുടെ ലുക്കാകാം, നമ്മുടെ സ്റ്റൈലാവാം, ഈവൻ നമ്മുടെ എക്സിസ്റ്റിംഗ് എവറിഡേ റുട്ടീൻ ആവാം. പക്ഷെ അതിലെ ലുക്കിൽ എസ്പെഷ്യലി നമ്മളെപ്പോഴും വളരെ ഇൻഹിബിഷൻ ഉള്ള ആളുകളാണ് നമ്മൾ മലയാളികൾ പൊതുവെ. നമുക്ക് ഒരു സാധനം, ഒരു വലിയൊരു ഇയറിംഗ് ഇടുമ്പോൾ തന്നെ നമ്മൾ 3-4 പ്രാവശ്യം ആലോചിക്കുമ്പോൾ അത് നമ്മുടെ സ്റ്റൈലിങ്ങിൻ്റെ പെർസ്പെക്റ്റീവിലോ വൈ ഡോണ്ട് യു വെയർ എ ഷർട്ട് അലോങ് വിത്ത് ഇറ്റ് എന്ന് ചോദിച്ചാൽ അവർ പറയും അയ്യോ വേണോ എന്ന് പറയുന്നത്. നമുക്ക് ദുപ്പട്ട ഒഴിവാക്കാൻ തന്നെ നമ്മൾ വർഷങ്ങൾ എടുത്തു എന്ന് പറയുന്ന ഒരു സ്പേസിലാണ് നമ്മളുള്ളത്. അപ്പോൾ വെൻ യു ട്രൈഡ് ഔട്ട് ഇൻ ഒരു ഡിഫറെൻ്റ്, ഐ വുഡ് കോൾ ഇറ്റ് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് ഡിസൈൻ ട്രൈ ചെയ്തപ്പോൾ ഹൗ വാസ് ദ റെസ്പോൺസ്? ഓണം വെച്ചിട്ട് ഞാൻ ചോദിക്കുന്നത്, ബട്ട് ഓൾസോ ലൈക്ക് ഓവർ ദ 10 years ആയില്ലേ. സോ വി ഡിഡ് എ പോപ്പപ്പ്. അതിൽ ഫുൾ ഓണം ലുക്ക് ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അതായത് ഇപ്പോൾ കോൺസ്റ്റൻ്റ്ലി ഇങ്ങനെ സ്റ്റൈലിംഗ് റിക്വയർമെൻറ്റ്സ് വന്നാലും ഐ വിൽ നോട്ട് ഗെറ്റ് ദ ചാൻസ് ടു കോൺസ്റ്റൻ്റ്ലി സ്റ്റേ ഇൻ മൈ സ്റ്റോർ, ബിക്കോസ് ഐ വിൽ ബി ഓൾവേസ് ബിഹൈൻഡ് ദ സീൻസ്. നമുക്ക് അവിടെയാണല്ലോ ഒരുപാട് വർക്ക് നടക്കുന്നത്. അപ്പോൾ പോപ്പപ്പിൻ്റെ സമയത്ത് ഐ ക്യാൻ ബി ദെയർ ഫിസിക്കലി ആൻഡ് ഐ ക്യാൻ ഹെൽപ്പ് ദം പുട്ട് അപ്പ് ദ സ്റ്റൈൽ ടുഗെദർ. അപ്പോൾ വി അനൗൺസ്ഡ് ഈ പോപ്പപ്പിന് വരുമ്പോൾ ഷോപ്പ് ചെയ്യുന്നത് മാത്രമല്ല വി ക്യാൻ ഹെൽപ്പ് ദം. ഇപ്പോൾ ഓണം ലുക്ക് എല്ലാവർക്കും, ഇപ്പോൾ എസ്പെഷ്യലി ഇൻസ്റ്റഗ്രാമൊക്കെ ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും നന്നായി ഫോട്ടോയിൽ വരണം, എല്ലാവരും ഡ്രസ്സപ്പ് ചെയ്യണം, ആ ഒരു എഫേർട്ട് എല്ലാവരും എടുക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു ഹെൽപ്പിന് ഒരാൾ, ഒരു ഗൈഡ്, ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഇതിറക്കി. ആൻഡ് എവ്രിബഡി ഹൂ കെയിം ദെയർ. So every time most of my friends and customers sometimes say, oh, this is looking good on you, you can pull it off. എന്നെക്കാളും വളരെ സുന്ദരികളാണ് ഇതൊക്കെ പറയണം. അവർക്ക് എന്നേലും രസം ഉണ്ടാവും ഇത്. പക്ഷെ എന്തോ ഒരു മൈൻഡ് ബ്ലോക്ക് ഉണ്ടെന്ന് എനിക്കും തോന്നുന്നുണ്ടായിരുന്നു. എന്തോ ഒരു ഇൻഹിബിഷൻ ഉണ്ടല്ലോ, ഇവർക്ക് ഇത് എന്നെക്കാളും രസം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഐ ആക്ച്വലി
സ്റ്റൈൽഡ് ദം ലൈക്ക് സാരി ഡ്രൈപ്പ് ചെയ്ത് ഇങ്ങനെ ജ്വല്ലറി ചെയ്ത് ഇങ്ങനെ ഹെയർ ചെയ്ത് അങ്ങനത്തെ. അപ്പം പിന്നെ അവരുടെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട്. അപ്പം ദർ ആർ പീപ്പിൾ ഹു ആർ നോട്ട് ദെയർ ഫ്രണ്ട്സ്, എൻ്റെ വേറെ കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട്. സോ you have a lot of other women also admiring you. Oh, this is looking so good on you. You go for this. Appa, they are also looking into the mirror like, എന്ത് രസമല്ലേ എന്നെ കാണാൻ, യുനോ ഞാൻ ഇങ്ങനെ എന്നെ കണ്ടിട്ടേ ഇല്ല എന്നൊക്കെ. അപ്പം സൗണ്ട്സ് വെരി ക്യൂട്ട്. ആൻഡ് അവർ പറഞ്ഞു എങ്ങനെ തന്നെ ഫുൾ ലുക്ക് മതി എനിക്ക്, ഒന്ന് ചിന്തിക്കണ്ടല്ലോ, ഇനി ആ ബ്രെയിനിന് ഒരുപാട് പ്രോസസ്സ് ചെയ്യണ്ടല്ലോ. അപ്പോൾ ഓണം ഡേക്ക് ഇത് സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ലൈക്ക് ഓ ഇത് എനിക്കും ചേരുന്നുണ്ട്. അപ്പം ഞാൻ മനസ്സിലായില്ലേ, ഇതിലേക്ക് മാത്രമല്ല നിങ്ങൾക്ക് ഇത് അടിപൊളിയാണ്. സോ ആ ഒരു ട്രൈ ചെയ്യാൻ പോലും പലർക്കും ആ ഒരു പേടിയുണ്ടെന്നു, എനിക്ക് ചേരാൻ ഞാൻ ഇടില്ലായിരിക്കും എന്ന് വിചാരിക്കുന്നത്. 1 or 2 times അത് ബ്രേക്ക് ചെയ്യുന്നതോടുകൂടെ ആ കോൺഫിഡൻസ് വരും. അങ്ങനെയാണ് എല്ലാവരും, ഞാനും ഒക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടില്ല. ഇനീഷ്യൽ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ചെയ്യും, അപ്പോൾ കുഴപ്പമില്ല, ഇതെൻ്റെ ഒരു ചെറിയ സ്റ്റെപ്പാണ്, ഇറ്റ്സ് എ ജേർണി നോ. അപ്പോൾ എവ്രിബഡി ആർ ഇൻ ദാറ്റ് സ്പേസ്. ഐ തിങ്ക് എല്ലാവർക്കും ഇപ്പോൾ ആ സ്പേസിലോട്ട് കയറി. വുമൺ ആർ ലൈക്ക് ചേഞ്ചിങ് എ ലോട്ട്, എ ഡ്രാസ്റ്റിക് ചേഞ്ച്, ആൻഡ് ഐ എം സോ ഹാപ്പി സീയിങ് ദാറ്റ്. As you said, like 10 കൊല്ലായി Salt, you being a fashionista in Kerala, and you have done multiple works outside as well. So ഈ ഒരു 10 കൊല്ലത്തിൽ ആ ട്രാൻസിഷൻ, adding on to whatever you said now, ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ, like you might have come up, this would have been Diya from the beginning, അല്ലേ, വൈബ്രൻറ്റ് കളേഴ്സും ഭയങ്കര രസമുള്ള വേറെ തരത്തിലുള്ള ഔട്ട് ഓഫ് ദ ബോക്സ് ഡിസൈൻസും ഒക്കെ. അപ്പോൾ how was the take from the beginning and now? So beginning we were not too vibrant and all, we were more minimalistic and timeless and classic designs ചെയ്യാം എന്നുള്ളതായിരുന്നു. പക്ഷേ കണ്ടംപററി തന്നെയായിരുന്നു, അതിലൊരു മാറ്റമില്ലായിരുന്നു. സോ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം കൂടുതലും വെൻ വി ഡിഡ് ദ ലോക്കൽ മാർക്കറ്റ് റിസർച്ച്, കൂടുതലും എല്ലാവരും ഭയങ്കര ട്രഡീഷണൽ കളേഴ്സ്, ഭയങ്കര ട്രഡീഷണൽ എംബ്രോയിഡറീസ്, സെൽവാർ സെറ്റ്സ്, പിന്നെ കൂടുതലും കസ്റ്റമൈസേഷൻ, ബ്രൈഡൽ, അങ്ങനെയായിരുന്നു ഫോക്കസ്. ഇന്ന് പ്രെറ്റ് ലൈൻ ഇല്ലായിരുന്നു, ഒരു റെഡിമെയ്ഡ് പ്രെറ്റ് സ്പേസിൽ ആൾക്കാർക്ക് ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അത് കണ്ടംപററി ക്ലോത്ത്സ്. പിന്നെ എനിക്ക് തന്നെ ആ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ വെച്ചു ഓക്കെ അങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ട്, എനിക്ക് പോലും മേടിക്കാൻ അങ്ങനത്തെ സാധനങ്ങൾ ഇവിടെ കൊച്ചി കിട്ടുന്നില്ല, അപ്പം നമുക്ക് അങ്ങനെ ചെയ്തുകൂടെ, വൈ വുഡ് വി buy and keep stuff. Initially we were thinking of doing a multi-designer store, curate from different designers across India and do a store nairunnu. Like me and my husband started this brand, so initial his plan was like we can do that. Then I convinced him എന്തിനാ നമ്മൾ വേറെയൊക്കെ കൊണ്ടുവരുന്നത്, ബിക്കോസ് വേറെ സിറ്റീസിലുള്ള ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്യുന്നത് അവിടുത്തെ നാട്ടിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ലേ. അവിടുത്തെ ലേഡീസിൻ്റെ ബോഡി ലാംഗ്വേജ് ഇസ് ഡിഫറെൻറ്റ്, യുനോ ദ ബോഡി ടൈപ്പ്. നമുക്ക് സൗത്ത് ഇന്ത്യൻസിൻ്റെ ബോഡി ഇസ് ഡിഫറെൻറ്റ് ആൻഡ് വി ഡോണ്ട് ഹാവ് മച്ച് ഓപ്പർച്യൂണിറ്റി ലൈക്ക് ബോംബെ, ഡൽഹി. അന്നും they have lot of opportunities and parties to wear such clothes, and we never had such situations to wear. ഇവിടെ കൂടുതലും I have seen weddings, baptism, കുട്ടി ഒക്കേഷൻസ്, അങ്ങനെയൊക്കെയായിരുന്നു when I started. അപ്പം അതിലെങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, നോട്ട് ടു എക്സ്പെരിമെൻ്റൽ, അന്ന് അങ്ങനെ വെച്ചിരുന്നെങ്കിൽ ആരും അത് മേടിക്കത്ത് പോലും ഇല്ല. അപ്പോൾ യു ഹാവ് ടു ഓൾസോ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദ മാർക്കറ്റ്. മാർക്കറ്റിന് ഒട്ടും ഇല്ലാത്തൊരു സാധനം, ഫിറ്റും ചെയ്യാത്തൊരു സാധനം നമ്മൾ തുടങ്ങിയിട്ട് കാര്യമില്ലല്ലോ. അതിന്നാണ് ഡ്രസ്സസും ട്യൂണിക്സും കഫ്താൻസും ഒക്കെ വി സ്റ്റാർട്ടഡ്. ബട്ട് വി കെയിം അപ്പ് വിത്ത് ന്യൂ ഇൻട്രസ്റ്റിംഗ് കളേഴ്സ്. ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ഫോർ ഒരു ടിപ്പിക്കൽ കൺവെൻഷണൽ കളേഴ്സ്, വി ഓൾവേസ് വർക്ക് ബിഹൈൻഡ് ഇയർ കളേഴ്സ് എന്തൊക്കെയാണ്, കുറച്ച് ട്രെൻഡ്സും അതൊക്കെ ഒന്ന് നമ്മൾ റെഫർ ചെയ്യും. പക്ഷേ വി കം അപ്പ് വിത്ത് അവർ ഓൺ യുണീക്ക് യുനോ കളർ പാലറ്റ്സ് ആൻഡ് സ്റ്റൈൽസ്. അപ്പോൾ അന്ന് നല്ല റെസ്പോൺസ് ഒക്കെ ആയിരുന്നു. പക്ഷേ ഐ ഓൾവേസ് ഫെൽറ്റ് വി ആർ വേ ഹെഡ് ഫോർ ദ മാർക്കറ്റ്. അപ്പോൾ കുറേ പേരൊക്കെ സ്ലീവ്ലെസ് ഔട്ട്ഫിറ്റ്സ് വന്ന് മേടിച്ചിട്ട് എല്ലാവരും പറയും സ്ലീവ് അറ്റാച്ച് ചെയ്ത് തരാൻ. എല്ലാവർക്കും ഞങ്ങൾ അങ്ങനെ, അല്ലെങ്കിൽ ഓവർലേ ചെയ്ത് കൊടുക്കും, സ്ലീവ് അറ്റാച്ച് ചെയ്യും. ഡ്രസ്സസ്, ഷോർട്ട് ഡ്രസ്സസ് ഒക്കെ ചിലർ പറയും ഞാൻ ഇവിടെ ഇടില്ല, ഞങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇടാം, അല്ലെങ്കിൽ ഇവിടെ ഞാൻ ലെഗിൻസ് വെച്ചിടാം, അങ്ങനെയൊക്കെ പറയുമായിരുന്നു. ബട്ട് നൗ അതൊക്കെ ചേഞ്ച് ആയി. Do you think COVID has a lot of influence in this? I think digitization have changed a lot. People got a lot of exposure. പിന്നെ young generation started traveling. They got to know കുറേ ഇന്ത്യൻ ബ്രാൻഡ്സും സ്റ്റൈൽസും. പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ they keep seeing. അപ്പം അതൊരു ഡെഫിനറ്റ്ലി ഒരു എക്സ്പോഷർ അവർക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഒരു 10 കൊല്ലം മുന്നേ ഉള്ള നമ്മുടെ ഫാഷൻ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു സെൻസും ഇപ്പോഴത്തെ ഒരു ഇതും ഈ പറഞ്ഞ ഇപ്പം ആസ് യു സെഡ് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസ് വളരെയധികം ഉണ്ടല്ലോ. ബിക്കോസ് ഒരു ഗ്ലോബലി ഒരു സെയിം ഐയിലൂടെ കാണുന്ന പോലത്തെ ഒരു സാധനം. കുട്ടികളൊക്കെ നന്നായിട്ട് ക്രോപ്പ് ടോപ്സ് മുതൽ അങ്ങോട്ടുള്ളതെല്ലാം വളരെ കൃത്യമായിട്ട് ഇൻഹിബിഷൻ ഇല്ലാതെ ഇടുന്നുണ്ട്. അപ്പം ഈ ഒരു ഹൗ ഇസ് യുവർ പ്രസൻസ് ഓൺ സോഷ്യൽ മീഡിയ ഹെൽപ്ഡ് യു
in establishing your brand? So initially when we do a contemporary brand and we are asking customers to do experiment, sleeveless is looking good on you, so people are little scared whether ആ ഒരു ജഡ്ജ്മെന്റൽ സൊസൈറ്റി ഒരു ഇത്തിരി ആ ഐസിൽ എന്നെ ഞാൻ അങ്ങനെ ഡ്രസ്സ് ചെയ്ത് പോയാൽ ഇപ്പോൾ റിലേറ്റീവ്സ് ഒക്കെ എന്ത് പറയും, അല്ലെങ്കിൽ എല്ലാവരും എന്നെ ജഡ്ജ് ചെയ്യോ, ചിലപ്പോൾ ഒന്നും ചെയ്യില്ലായിരിക്കും, നമ്മൾ തന്നെ നമ്മൾ ഒരു ഓവർ തിങ്കിങ്ങിൽ ചിന്തിക്കുന്നതായിരിക്കും. ആ ഒരു ഫിയർ ഉണ്ടായിരുന്നു മുൻപ്. Then even I thought, first I start wearing it, otherwise how can you gyan other people, you know. Then I started wearing spaghetti dresses and, you know, sleeveless short clothes, you know, crop tops with കുറച്ച് വയറ് കാണിക്കുന്നു അങ്ങനെയൊക്കെ. അപ്പം because I am not a perfect figure, I am short, I am chubby, I am not like fit into that stereotype of perfect look. അപ്പോൾ എല്ലാവർക്കും ആ കുഴപ്പമില്ലല്ലോ, ഈ പുള്ളിക്കാരത്തേക്ക് ഇട്ടിട്ട് വലിയ തെറ്റില്ല, പിന്നെ എനിക്ക് വിടാമല്ലോ. അപ്പോൾ ദെൻ ദേ സ്റ്റാർട്ടഡ് കമ്മിങ് ആൻഡ് അപ്പോൾ എനിക്കറിയാം നമ്മളത് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ അവർക്കും ആ ഒരു മോട്ടിവേഷൻ കിട്ടുകയാണ്. എന്നെപ്പോലെ തന്നെ ഉള്ള ഒരാളാണല്ലോ അവരും. അപ്പം അവർക്കും ദിയക്ക് ഇടാമെങ്കിൽ എനിക്ക് ഇടാമല്ലോ. സംടൈംസ് ദേ സേ ദിയ എനിക്ക് സ്ലീവ്ലെസ് ഇടാൻ ഭയങ്കര ഇതാ, എൻ്റെ സെല്ലുലൈറ്റ് കണ്ടില്ല. അപ്പോൾ ഞാനും കാണിച്ചു കൊടുക്കാം, എൻ്റെ സെല്ലുലൈറ്റ് കണ്ടില്ല, എൻ്റെ വയറ് കണ്ടില്ല, ഒരു പേടിയും വേണ്ട, ഇട്ടു. അപ്പോൾ ട്രൈ ചെയ്യുമ്പോൾ തന്നെ ദേ ഹാവ് ദ കോൺഫിഡൻസ്, ഓ ഇതെനിക്ക് ചേരുന്നുണ്ടല്ലോ. ആ ഒരു ഇട്ട് നോക്കാൻ പോലും പലർക്കുള്ള ഒരു മടി കുറേയൊക്കെ മാറി. പിന്നെ ഫസ്റ്റ് ഒരു ഫംഗ്ഷന് പോകുമ്പോഴുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, അതും സ്ലൈറ്റ്ലി ദേ ബ്രോക്ക്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കഫ്താൻ ഇട്ടപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എവ്രിബഡി സെറ്റ് ഗുഡ് കോംപ്ലിമെൻറ്റ്സ്. എനിക്ക് നെക്സ്റ്റ് ഡേ മെസ്സേജ് ഒക്കെ അയക്കും. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ സ്റ്റെപ്സ് ബൈ സ്റ്റെപ്പ് ദേ ആർ ചേഞ്ചിങ്. ആൻഡ് യങ്ങർ ജനറേഷൻ ഡെഫിനറ്റ്ലി ദേ ആർ നോട്ട് മച്ച് ബോതേർഡ് മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു എന്നുള്ള അത്ര സ്പേസിലല്ല അവർ ആക്ച്വലി ചേഞ്ച്ഡ് ദാറ്റ് കൾച്ചർ. എനിക്കോട് ആ മില്ലനിയൽ സ്പേസ് ആയിരുന്നു കുറച്ച് ആ ഒരു കൺഫ്യൂഷൻ ആൻഡ് ട്രാൻസിഷൻ. പക്ഷെ ആ ട്രാൻസിഷൻ ഐ ക്യാൻ സീ വെരി മച്ച്. എൻ്റെ ടീമും പറയും, മാം ഇപ്പം എല്ലാവരും ചോദിച്ചുകൊണ്ട് വരുന്ന സ്ലീവ്ലെസ് ഇല്ലേ, അല്ലെങ്കിൽ ക്രോപ്പ് ടോപ്സ് ആൻഡ് സ്കേർട്ട് ഇൻ ഓവർലേസ്, ആ 3-piece കോട്ട് സെറ്റ്സ് ഞങ്ങൾക്ക് ഭയങ്കര സെല് ചെയ്തിട്ടുണ്ട്. അപ്പം നൗ പീപ്പിൾ ആർ ഓപ്പൺ ടു ദാറ്റ്. ആ ചെറുതായിട്ട് ഈവൻ നോ മാറ്റർ ഏത് ഏജിലുള്ള ആൾക്കാരും, വി ഹാവ് customers starts from 20s to late 50s or, you know, mid 50s. Everybody has that change. മുൻപ് ഞാൻ സോൾട്ടിൽ ചെയ്തിരുന്ന പല ക്ലോത്ത്സും ഞാൻ ബാംഗ്ലൂരിലും ഹൈദരാബാദിലൊക്കെ പോയി പോപ്പപ്സ് ചെയ്യുമ്പോഴായിരുന്നു ഞാൻ സെല്ല് ചെയ്തുകൊണ്ടിരുന്നത്. ലൈക്ക് വാട്ട് ഐ ഡിസൈൻ ഫോർ എ യങ്ങർ ജനറേഷൻ ഹിയർ, അവിടെയുള്ള 50s ഉള്ള ലേഡീസൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഐ വാസ് ലൈക്ക് സോ കൺഫ്യൂസ്ഡ്. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ ഡിസൈൻ ചെയ്യണ്ടേ, ഇതല്ലേ അപ്പം ഇവിടെ വേണ്ടത്, എന്തായിരിക്കും ഇവിടെ. അപ്പം ദേ ഓൾ അപ്രീഷിയേറ്റ് ദ ഡിസൈൻസ്, പക്ഷേ ഇടാനുള്ളൊരു പേടി ഉണ്ടായിരുന്നു. നൗ ഇറ്റ് ഈസ് ചേഞ്ച്ഡ്. ഐ ക്യാൻ സീ they put effort. Now you go to any place, you can see everyone put an effort for dress up. ഓൾസോ ബോഡി ഇൻഹിബിഷൻസ്, നമ്മളൊരു ബോഡി ഷെയ്മിങ് വളരെ എക്സസ് ആയിട്ടുള്ള ഒരു സ്പേസിൽ ഇരിക്കുന്ന സമയത്ത്, when I look at your studios social media page, we see women like maybe like 30s-ലും 40s-ലും 50s-ലും ഒക്കെ ഉള്ളവർ വന്നിട്ട് they are like very cool ആയിട്ട് വന്നിട്ട് they try out different styles of ദിയ. അപ്പോൾ ആ ഒരു ഏരിയ എങ്ങനെയായിരുന്നു? മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ഡ്രസ്സ് വാങ്ങാൻ പോകുമ്പോൾ എക്സെല്ലിൽ നിൽക്കും, അല്ലെങ്കിൽ 2XL നിൽക്കും. 2XL കഴിഞ്ഞ് അങ്ങോട്ട് നമുക്ക് ഓപ്ഷൻസേ ഉണ്ടാവാറില്ല. ബിക്കോസ് നമ്മുടെ സൊസൈറ്റിക്ക് ഒരു ക്ലിയർ തോട്ട് ഉണ്ട് ദാറ്റ് 2XL കഴിഞ്ഞിട്ടുള്ളവർ ഇങ്ങനത്തെ ഒരു സാധനവും ഇടേണ്ടവരല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഡിഡ് യു ആക്ച്വലി കീപ്പ് ഡ്രസ്സസ് ഓഫ് ഓൾ സൈസ് ഫ്രം ദ ബിഗിനിങ്? സോ ഇനീഷ്യലി നമ്മളങ്ങനെ വലിയ സൈസസ് ചെയ്യില്ലായിരുന്നു. പക്ഷേ ഓവർ എ പീരീഡ് വി അണ്ടർസ്റ്റുഡ് ആ സൈസിലുള്ള ആൾക്കാരും എൻ്റെ കസ്റ്റമേഴ്സാണ്, ആ ഒരു ഇൻക്ലൂസിവിറ്റി വേണം. അതായത് ഞങ്ങളൊരു എക്സ്ട്രാ സ്മോൾ ടു ലാർജ് വരെ ചെയ്യുമായിരുന്നുള്ളൂ. പിന്നെ ഉള്ളത് ഞങ്ങൾ ഓർഡേഴ്സ് എടുക്കും, മെഷർമെൻ്റ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. പക്ഷേ ഓവർ എ പീരീഡ് ഐ ഓൾസോ അണ്ടർസ്റ്റുഡ് ദേ ഓൾസോ നീഡ് എ സ്പേസ്, യുനോ, അങ്ങനത്തെ സാധനങ്ങൾ ട്രൈ ചെയ്യാനും. ദേ ഓൾസോ ഹാഡ് ദാറ്റ് മൈൻഡ് സെറ്റ്. ഉണ്ടെങ്കിൽ അവർക്കത് ട്രൈ ചെയ്യണം എന്നുണ്ട്, ട്രൈ ചെയ്യാനെങ്കിലും വേണമല്ലോ. അങ്ങനെയാണ് വി സ്റ്റാർട്ടഡ് മേക്കിംഗ് കുറച്ചുകൂടെ ലൂസ് ഫിറ്റ് സ്റ്റൈൽസും കഫ്താൻസും. ഇനീഷ്യലി ഞാൻ കുറേ ലൂസ് ഫിറ്റ് സ്റ്റൈൽസ് ചെയ്യുമായിരുന്നു. പക്ഷെ അവരെൻ്റെ അടുത്ത് ചില കസ്റ്റമേഴ്സ് പറഞ്ഞു, ഇതെന്താ മെറ്റേണിറ്റി വെയർ ആണോ, ഇതെന്തിനാ? പക്ഷേ ദെൻ ദേ സ്റ്റാർട്ടഡ് വെയറിങ് ഇറ്റ് ആൻഡ് ദേ കെയിം ബാക്ക് ആൻഡ് സെഡ്, ദിയ ദിസ് ഇസ് മോർ കംഫർട്ടബിൾ, യു ആക്ച്വലി ഹെൽപ്പ് മീ ടു ബ്രേക്ക് കുർത്താസ് എന്ന് ഒരു കംഫർട്ട് ഡ്രസ്സിലോട്ട്. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മളെയും ഭയങ്കര എംപവർ ചെയ്യുമല്ലോ. വാട്ട് വി ക്യാൻ ഓഫർ ടു അവർ സൊസൈറ്റി, ദേ ആർ ഓൾസോ എംപവറിങ് മീ. ഇറ്റ്സ് ലൈക്ക് വെരി inspiring each other. My customers also helped me to design so much. Lot of customers have amazing ideas. They come up with interesting ideas. അപ്പോൾ ഇൻഹിബിഷൻ ഓവർ എ പീരീഡ് നമ്മൾ അങ്ങനത്തെ ഒരു സൊസൈറ്റിയിലല്ലേ വളർന്നത്. അപ്പോൾ എല്ലാവർക്കും അതിൻ്റേതായ ഒരു
ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ചലഞ്ച് ഉണ്ട്. പക്ഷേ ദേ ആർ ഇൻ ദാറ്റ് ജേർണി ഐ ഫീൽ. ഇതൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ കോമൺലി തിങ്ക് ചെയ്യുന്ന ഒരു തോട്ട് എന്ന് പറയുന്നത് ഓഫ് ലേറ്റ് എവ്രിബഡി ലുക്സ് ദ സെയിം, എവ്രിബഡീസ് ഇപ്പോൾ റീസെൻ്റ്ലി ഞങ്ങൾ അനുമോളുടെ ഇൻ്റർവ്യൂ എടുത്തപ്പോഴും വി വർ ഡിസ്കസിങ് ലൈക്ക് ഹൗ എവ്രിബഡീസ് എല്ലാവരും സ്മൈൽ കറക്റ്റഡ് ആണ്, എല്ലാവരും ഹെയർ കറക്റ്റഡ് ആണ്, എല്ലാവരും സ്കിൻ കറക്റ്റഡ് ആണ്, എല്ലാവരും ഗ്ലൂട്ടത്തയോണിലാണ്. അപ്പോൾ ഒരു ഒത്തൻറ്റിക് സ്റ്റൈലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സും മിസ്സാവുന്നുണ്ട്. അതേപോലെ നമ്മുടെ റൂട്ട്സിൻ്റെ എലമെൻറ്റ്സ്, നമ്മളുടെ ഒരു നാടിൻ്റെ ഒരു റിഫ്ലക്ഷൻ എന്ന് പറയുന്ന എലമെൻറ്റ്സും മിസ്സിങ് ആവുന്ന പോലത്തെ ഒരു സെനാറിയോ. ബിക്കോസ് എവ്രിവെയർ ഇറ്റ് ഇസ് എ സെയിം പോലത്തെ ഒരു സാധനം. നമ്മൾ ഈ മക്ഡിയും KFCയും മാത്രം എന്നുള്ളത് പോലത്തെ ഒരു സാധനം. അപ്പം ഇതിനകത്ത് ഹൗ ഡു യുവർ ഫാഷൻ കോൺട്രിബ്യൂട്ട് ഇതിൽ നിന്ന് മാറി ചിന്തിക്കാൻ? ഞാൻ ബിലീവ് ചെയ്യുന്നത് നമ്മുടെ തന്നെ പേഴ്സണാലിറ്റിയുടെ ഒരു നെക്സ്റ്റ് ലെയർ മാത്രമാവണം നമ്മുടെ ക്ലോത്ത്സ്. അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻ ആയിരിക്കണം എപ്പോഴും നമ്മുടെ ഡ്രസ്സിങ്. ഇപ്പോൾ സംതിങ് ഐ ഹവ് സീൻ ഇറ്റ് വിൽ ലുക്ക് ഗുഡ് ഓൺ സമ്മൺ എൽസ് മൈറ്റ് നോട്ട് ലുക്ക് ഗുഡ് ഓൺ മീ. അപ്പോൾ അതിൽ നിന്ന് എലമെൻറ്റ്സ് എടുക്കാം, എപ്പോഴും അത് നല്ലതാണ്, ഇൻസ്പിറേഷനൊക്കെ എടുക്കാം. പക്ഷെ എന്താണ് നമ്മൾ എന്നറിയുമ്പോൾ നമ്മുടെ ആ എക്സ്പ്രഷൻ ആയിരിക്കണം നമ്മുടെ സ്റ്റൈലിങ്ങും നമ്മുടെ ഡ്രസ്സിങ് എല്ലാം. അപ്പോൾ എനിക്ക് എപ്പോഴും കടയിൽ വരുമ്പോൾ അവരുടെ പേഴ്സണാലിറ്റിക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ എപ്പോഴും. അവരല്ലാത്തൊരു സാധനം ആവണ്ടല്ലോ അവർ. വൈ വുഡ് ദേ യുനോ, അതൊരു അൺകംഫർട്ടബിൾ ഫീലിംഗ് അല്ലേ നമുക്കാണെങ്കിലും. ഇറ്റ്സ് നോട്ട് യു എന്ന് ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഫീൽ. ചില സാധനങ്ങൾ കൊടുക്കുമ്പോൾ തന്നെ അവർ തന്നെ പറയും, ഓ ദിസ് ഈസ് വെരി മച്ച് മീ. അപ്പം അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ ഒരു ചേഞ്ച് മതി, അല്ലാണ്ട് ഒരുപാട് കംപ്ലീറ്റ്ലി ഒരു മനുഷ്യനെ മാറ്റി മറിച്ച് അങ്ങനെയൊന്നും ചെയ്യണ്ട. എൻഹാൻസ് ചെയ്താൽ മതി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡേ കൊണ്ടൊന്നും ഓവർനൈറ്റ് കൊണ്ടൊന്നും ഒന്നും ചേഞ്ച് ആവുന്നില്ല. എവ്രിബഡി ടുക്ക് ലോഡ് ഓഫ് ഇയേഴ്സ്. ഇപ്പം എനിക്കും ഞാൻ വളർന്നു വന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൺവെൻഷണൽ ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ബട്ട് പീപ്പിൾ ആർ വെരി നൈസ്, വെരി ഇന്നസെൻറ്റ്. സംടൈംസ് അവർ ബ്ലണ്ടായിട്ട് നമ്മളെ അടുത്ത് പറയും. പിന്നെ പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ചേട്ടന്മാരൊക്കെ നമ്മൾ ജീൻസ് ഇടുന്നതിനും ഷോർട്ട് ഡ്രസ്സ് ഇടുന്നതിനൊക്കെ എന്നെ കൊണ്ട് മാറ്റിച്ചിട്ടുണ്ട്. ജീൻസ് മാറ്റി വരണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ട്രോമറ്റൈസ് ചെയ്യും സംടൈംസ്. അപ്പോൾ അതിൽ നിന്നും നമ്മൾ എന്തോരം കാലം എടുത്തു. അത് അവരുടെ തെറ്റായിരുന്നു. പണ്ട് നമ്മൾ ചിന്തിച്ചിരുന്നു, അയ്യോ എൻ്റെ എന്തോ പ്രശ്നമാണോ, ഞാൻ ഭയങ്കര ഓവർ സ്മാർട്ടാണ്. സൊസൈറ്റിയുടെ സെൻസിബിലിറ്റിയുടെ പ്രോബ്ലം ആയിരുന്നു. അതെ, ഇന്ന് പിള്ളേർക്ക് അറിയാം, ഇന്നിപ്പോൾ ആൺകുട്ടികൾക്കും അറിയാം, ചേട്ടന്മാർക്കും അറിയാം, അങ്ങനെ പറയാൻ പാടില്ല, അത് തെറ്റാണെന്ന്. പണ്ട് നമ്മൾ ക്വസ്റ്റ്യൻഡ് ആയിരുന്നു. ഞാൻ ചിന്തിക്കായിരുന്നു, ഞാൻ ഓവർ സ്മാർട്ടാണ്, ഞാൻ ഭയങ്കര പണ്ടും ഒരു ഹൈപ്പർ എനർജി, തിരിച്ച് തർക്കത്തിലൊക്കെ ചേട്ടന്മാരുടെ അടുത്തും പറയുമായിരുന്നു, ഇടി പിടിക്കാൻ ഇഷ്ടമായിരുന്നു എനിക്ക്. അപ്പോൾ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എവരിബഡി വിൽ ഗിവ് യു ദാറ്റ് ടാഗ്. ആൺകുട്ടി ആവേണ്ടതായിരുന്നു, പെണ്ണായി ജനിക്കേണ്ടതല്ലായിരുന്നു, അല്ലെങ്കിൽ എന്തോ ഇവള് മതിൽ ചാടും, അങ്ങനെയൊക്കെ കുറേ ഇതുണ്ടല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ എന്തോ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കുമോ, എന്തോ കുഴപ്പമുണ്ടോ അങ്ങനെ. പക്ഷേ നമ്മളത് പുറത്ത് കാണിച്ചില്ലെങ്കിലും ദേ തിങ്ക് എക്സ്ട്രോവേർട്സ് ആർ വെരി ബോൾഡ് ആൻഡ് ബ്രേവ്. നമ്മുടെ അകത്തും ഇതൊക്കെ ഉണ്ടാവും. അപ്പം നമ്മളിങ്ങനെ എനിക്ക് എന്തോ ഒരു കുഴപ്പമുള്ള കുട്ടിയാന്ന് തോന്നുന്നു, പക്ഷെ എന്നെ സാധാ ഒരു രീതിയിൽ ജനിപ്പിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ ഞാൻ തന്നെ. പക്ഷെ ഓവർ പിന്നീട് നമ്മൾ റിയലൈസ് ചെയ്തു, അവൻ ചേട്ടന്മാർക്കായിരുന്നു വിവരമില്ലാതിരുന്നത്, അല്ലെങ്കിൽ അവരായിരുന്നു കറക്റ്റഡ് ആവേണ്ടത്. അപ്പം ഇപ്പോഴത്തെ യങ് ജനറേഷനിൽ അതറിയാം വാട്ട് ഈസ് റൈറ്റ് ആൻഡ് റോങ്. അപ്പം ഐ ഓൾസോ ടുക്ക് എ ലോങ് ജേർണി ടു ആക്സെപ്റ്റ് മൈ ബോഡി. കുറേ കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ലൈക്ക് ഐ യൂസ് ടു think my legs are very bad looking. I have very big calves muscles. അത് ഭയങ്കര മോശമാണെന്നൊക്കെ. Now I think that's my strong and very hot looking in my body. അപ്പം how we accept ourselves itself is the first step. നമ്മൾ എംബ്രേസ് ചെയ്ത് തുടങ്ങും. ഇപ്പോൾ പല ആൾക്കാർക്കും എനിക്ക് ഭയങ്കര ബൂബ്സാണ്, ബൂബ്സ് ഇല്ലാത്തവർക്ക് തീരെ ബൂബ്സ് ഇല്ല, എനിക്ക് ഭയങ്കര വണ്ണാണ്, അല്ല വണ്ണ ഇല്ല. അതിന് എവറിബഡി ഹാസ് ദാറ്റ്. ഇല്ലാത്തത് ഇത് ശരിയല്ല, കറക്റ്റ് അല്ല. ഡെഫിനറ്റ്ലി. അതോ എനിക്ക് അവരെ നോക്കുമ്പോൾ എനിക്ക് അത് കാണാനേ പറ്റില്ല. ഞാൻ വയ്ക്കും എന്താ അതിൽ പ്രശ്നമുള്ളത്, എന്തൊരു രസമാണ് കാണാൻ. പക്ഷെ അത് അവരവർക്ക് തോന്നാത്തിടത്തോളം കാലം നോ പോയിന്റ് മറ്റൊരാൾക്ക് തോന്നിയിട്ട് കാര്യമില്ലല്ലോ. സോ ദ മൊമെന്റ് നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടുമ്പോഴും നമ്മുടെ ബോഡി അക്സെപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് റേഡിയേറ്റ് ചെയ്യും. ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഒരു സുന്ദരിമാരും നമ്മുടെ ഈ ഫാഷൻ ഇതിലോ അല്ലെങ്കിൽ ഒരു സ്റ്റീരിയോ ടൈപ്പിൽ കറക്റ്റ് മെഷർമെൻറ്റ്സും ഇങ്ങനെ ആയിരിക്കണം, അതൊന്നുമല്ല. അവരെന്തോരം കോൺഫിഡൻ്റ് ആയിരുന്നു, അവരെന്ത് വ്യത്യസ്തമായിട്ടാണ് ചിന്തിക്കുന്നത്, എങ്ങനെയാണ് അവർ ആ ആക്ഷൻസ് ലൈഫിൽ അതിൽ എനിക്ക് അവരെ ഭയങ്കര സൗന്ദര്യം ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഐ ഓൾവേസ് വെൽ അതല്ലേ സൗന്ദര്യം അല്ലേ? ആരാണ് പറയണേ ഇവിടെ ഈ ബ്രാക്കറ്റിൽ വീഴണം എന്നുള്ളത്? അത് നമ്മൾ എന്ന് ബ്രേക്ക് ചെയ്യുന്നോ ദാറ്റ് ഈസ് വെരി ലിബറേറ്റിംഗ്. സോ ഹൗ വാസ് യുവർ ബ്രേക്കിംഗ് ജേർണി? ഈ ഒരു ബ്രേക്കിംഗ് ജേർണി എങ്ങനെയാണ്? യു സ്റ്റാർട്ടഡ്
ഫാഷൻ ബ്രാൻഡ്, അതും ഇറ്റ് സെൽഫ് ലൈക്ക് ഈ ഫാഷൻ ഇൻഡസ്ട്രിയിലും സർവൈവ് ചെയ്യൽ അത്ര എളുപ്പമല്ലല്ലോ സർവൈവ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ഹൗ വാസ് യുവർ ജേർണി? ഫാഷൻ പഠിച്ചു കഴിഞ്ഞെങ്കിലും ഞാൻ കൂടുതലും പഠിച്ചത് എൻ്റെ ബിസിനസ് തുടങ്ങിയിട്ട് തന്നെയാണ്. സോൾട്ടിൽ നിന്നാണ് എൻ്റെ എല്ലാ ലേണിംഗ് എക്സ്പീരിയൻസും എൻ്റെ എക്സ്പോഷറും എല്ലാം. ഐ ഹവ് മെറ്റ് ലോട്ട് ഓഫ് പീപ്പിൾ, ഡൈവേഴ്സിഫൈഡ് പീപ്പിൾ ഐ വുഡ് സേ. എല്ലാ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി, എല്ലാ ജീവിത സാഹചര്യങ്ങളിലും വളർന്നിട്ടുള്ള ആൾക്കാർ, എൻ്റെ തന്നെ എംപ്ലോയീസ്, എൻ്റെ തന്നെ ടീം. അതായത് വി ഹാവ് പല സ്ഥലത്തു നിന്നുള്ള ബംഗാൾ, ബീഹാർ, ബോംബെ, പിന്നെ നമ്മുടെ നാട്ടിലുള്ള പിള്ളേരുണ്ട്. അപ്പോൾ പിന്നെ കസ്റ്റമേഴ്സ് പല സ്പേസസിൽ പഠിച്ച് വളർന്ന അവരൊക്കെ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ എക്വയർ ചെയ്യുന്നുണ്ടല്ലോ ഒരുപാട് നോളജ്. ഇപ്പം ഞാൻ പണ്ട് ചിന്തിക്കുമായിരുന്നു എന്നെ ഇന്ന സ്ഥലത്ത് വിട്ടില്ല പഠിപ്പിക്കാൻ അമ്മ, എന്നെ ഇവിടെ അച്ഛൻ വിടണമായിരുന്നു. അപ്പം അതിലൊന്നും ഒരു കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ എന്ത് സീക്ക് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, പട്ടാമ്പിന്നാണോ ദിയ? ഞങ്ങൾ വിചാരിച്ചില്ല കേട്ടോ, കൊച്ചി ഓർ കോട്ടയം അങ്ങനെയായിരിക്കും അവർ മനസ്സിലായത്. ഞങ്ങൾ വിചാരിച്ചത് വേറെ സ്ഥലത്തുനിന്നാണ്. അപ്പം എന്തോ ഒരു ഫാക്ടർ ഞാൻ കാണാം, ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ആ സ്ഥലത്തു നിന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ ആവാൻ പറ്റുമോ? അങ്ങനെ ഒരു ഇത്. സോ ഐ ഡോണ്ട് ബിലീവ് ഒരു സ്ഥലം എവിടെ നിന്ന് വരുന്നു എന്നുള്ളതൊന്നും ഒരു മാറ്റർ അല്ല. നമ്മൾ എന്ത് സീക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിലോട്ട് വളരണം എന്ന് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നമ്മളത് വി വിൽ അട്രാക്ട് ദാറ്റ് അല്ലേ. ഇതിപ്പോൾ നമ്മൾ സിറ്റിയിലാണെങ്കിലും ആ ഓപ്പർച്യൂണിറ്റി വന്നാൽ പോലും ഒന്ന് സീക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഒരു കാര്യമില്ല. അപ്പോൾ ഞാനും ഭയങ്കര എംപവേർഡായി അങ്ങനെ ഒരുപാട് പേരെ കണ്ടിട്ട്. പിന്നെ ഞാൻ കോൺസ്റ്റൻ്റ്ലി കടയിൽ കേൾക്കുമായിരുന്നു ഇങ്ങനെ, അയ്യോ എനിക്കിഷ്ടമല്ല, ഇങ്ങനെ ശരിയല്ല. ആ ഒരു സെൽഫ് ലവ്, അല്ലെങ്കിൽ നോബഡി സേ ലൈക്ക് ഐ ആം സോ ബ്യൂട്ടിഫുൾ, ഐ ആം എ ഗോഡസ്. അത് പറയുന്ന ആൾക്കാരില്ല. അതെന്തുകൊണ്ടായിരിക്കും? അപ്പം ഞാനും ഇപ്പം ചിന്തിച്ചു, നമ്മളെല്ലാവരും സെൽഫ് ഭയങ്കര ക്രിട്ടിക്കൽ അല്ലേ. നമ്മളെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഭയങ്കര ബോധേഡ് ആണല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാം പെർഫെക്റ്റ് ആവണം, നമുക്ക് ഈ ലൈൻസ് പാടില്ല, സ്മൈൽ ലൈൻസ് പാടില്ല, ക്രോ ലൈൻസ് പാടില്ല, ഇതൊക്കെ പെർഫെക്ഷനിസമാണ്. അങ്ങനത്തെ ഒരു പെർഫെക്ഷനിസമേ ഇല്ല. നമ്മുടെ ഈ ഇംപെർഫെക്ഷനിസം ആണ്, നമ്മളാണ് പെർഫെക്റ്റ്. അതെ, ആ ഒരു ഇംപെർഫെക്ഷൻ ആണ് അതിന്റെ ഭംഗിയും. അപ്പം അതിപ്പം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഐ ഡോണ്ട് തിങ്ക് ആണുങ്ങൾ അത്ര അധികം ഈ സ്മൈൽ കറക്ഷനോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ. ആ പ്രഷറിൽ നിന്നാണല്ലോ ഇതെല്ലാം, കണ്ടീഷൻഡ് ആണല്ലോ, അതിന്നാണ് ബ്യൂട്ടി കോൺഷ്യസ്നെസ്. അതുപോലെ പല സേഫ് സ്പേസസ് ഒന്നുമാണ് അത് വരുന്നത്. പല വീട്ടുകളിലും അമ്മമാരും അപ്പന്മാരും അല്ലെങ്കിൽ അവരുടെ ക്ലോസസ്റ്റ് ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഈ കുട്ടി എന്താ കറുത്തുപോയെ, അമ്മ ഭയങ്കര സുന്ദരിയാണല്ലോ, മോൾക്കത് അങ്ങനെയൊക്കെ പറയില്ല. അതൊക്കെ കുട്ടികളാവുമ്പോൾ തന്നെ, അല്ലെങ്കിൽ പേരൻസ് തന്നെ അവരെ കൊണ്ട് മോള് ഡാർക്കാണ് അല്ലെങ്കിൽ മറ്റേ ബൾക്കാണ്, സൈസാണ്, അതെ. ചിലരുടെ അടുത്ത് തന്നെ വന്ന് ദിയ ഇവളെ മെലിഞ്ഞ് തോന്നിപ്പിക്കുമോ, ഇവളെ അപ്പം എനിക്ക് തന്നെ ഐ ലുക്ക് അറ്റ് ദ ഗേൾസ് ഫേസ് ആൻഡ് ഐ ഫീൽ ലൈക്ക് ആൻറ്റി ഐ ലുക്ക് ദിസ് കളർ, എന്തൊരു അടിപൊളിയായി സ്കിൻ ടോൺ, അത് ആ വീറ്റിഷ് ടോണൊക്കെ ഭയങ്കര രസമാണ് അവർക്കത്. അപ്പോൾ പെട്ടെന്ന് ദാറ്റ് ഗേൾ ഫീൽ സോ ഗുഡ്, ലൈക്ക് ഒരാൾ അവരെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ മെലിഞ്ഞ് തോന്നിപ്പിക്കുന്നോ. അവർക്ക് ചിലപ്പോൾ മെലിയലും തടിക്കലും ഒന്നും ഒരു പുൾ ഓഫ് ചെയ്യാൻ ഡ്രസ്സ് പറ്റുക എന്നുള്ളത് അതുമായിട്ടൊരു ബന്ധമില്ല. ആക്ച്വലി ഇഫ് യു ഹാവ് ദാറ്റ് പേഴ്സണാലിറ്റി യു ക്യാൻ പുൾ ഓഫ് എനി സ്റ്റൈൽ. സ്ലീവ്ലെസ് ഇടണമെങ്കിൽ മെലിഞ്ഞിരിക്കുന്ന കൈയാവണം എന്നോ, ഷോർട്ട് ഇതിടണമെങ്കിൽ ലീൻ ആവണം എന്നൊന്നും എവിടെയില്ല. ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ആദ്യം കേൾക്കുന്നു. എന്തിനാ ഇങ്ങനെ ഇട്ട് നടക്കുന്നതെന്ന് ആദ്യം നമ്മുടെ ഓൺ സേഫ് സ്പേസ് എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ അവിടെ തന്നെ നമ്മുടെ അത് ബ്രേക്കായി അല്ലേ. ഫസ്റ്റ് ആ സേഫ് സ്പേസ് കുറച്ചും കൂടെ എംപവറിങ് ആണ്, കുറച്ചുകൂടി നർച്ചറിങ് ആയിരിക്കണം. അടുത്ത ജനറേഷൻ ആകുമ്പോഴേക്കും ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ ശരിക്കും ഹോം ഷുഡ് വി ബ്ലെയിം എന്ന് ചോദിക്കുമ്പോൾ ഇറ്റ്സ് ദ സോഷ്യോ കൾച്ചറൽ ട്രാൻസിഷൻസ് ദാറ്റ് ഇസ് ഹാപ്പനിങ് അല്ലേ. അപ്പോൾ ശരിക്കും നമ്മുടെ പ്രീവിയസ്, ഇപ്പോൾ എൻ്റെ അച്ഛനാണെങ്കിലും സ്ലീവ്ലെസ് ഇടുമ്പോൾ അടുത്ത ക്വസ്റ്റ്യനെ എനിക്ക് തുണി എടുത്ത് നടന്നുകൊണ്ടിരിക്കുന്നൊക്കെ ചോദിക്കും. പക്ഷെ അത് ഇവൻച്വലി മാറി വരും. സോ മേ ബി നെക്സ്റ്റ് ജനറേഷൻ വുഡ് ബി ലൈക്ക് വിൽ ബി ഇൻ എ മച്ച് സേഫർ സ്പേസ് വെൻ ഇറ്റ് കംസ് ടു ഹോംസ്. കുറച്ചും കൂടി എനിക്ക് തോന്നുന്ന ആക്സെപ്റ്റൻസ് ഉള്ള സ്പേസിലേക്ക് എത്തുന്നു. എനിക്ക് തോന്നുന്നു എല്ലാ ജനറേഷനും ഡിഫറെൻറ്റ് ചലഞ്ചസ് അല്ലേ. ഇപ്പം നമ്മൾ ഫേസ് ചെയ്ത ചലഞ്ചസ് ആയിരിക്കില്ല നെക്സ്റ്റ് ജനറേഷൻ ഫേസ് ചെയ്യുന്നത്. അവർ ചിലപ്പോൾ ഈ കാര്യത്തിലൊക്കെ നമ്മളെല്ലാവരും വളർന്നു, അപ്പം നമുക്ക് മക്കളുണ്ടാവും, നമ്മൾ അതൊന്നും ചെയ്യില്ല. കംപ്ലീറ്റ്ലി വേറെ കാര്യങ്ങളായിരിക്കും, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളായിരിക്കും അവർക്ക് സംഭവിക്കാൻ പോകുന്നത്. ദാറ്റ് എവറി ജനറേഷൻ ഹാസ് ദെയർ ഓൺ സ്ട്രഗിൾസ്. ആൻഡ് ഇപ്പം എൻ്റെ അച്ഛനമ്മയൊക്കെ അവർ പറയും, ഞാനിപ്പോൾ ബിസിനസ്സിൽ ഓരോ കാര്യമൊക്കെ പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അടുത്ത് വിഷമം പറയും, ഇതൊക്കെ ഒരു പ്രശ്നമാണോ? ശരിയാണ്, വാട്ട് ദേ ഹാവ് ഗോൺ ത്രൂ സോ ഡിഫറെൻറ്റ്, ബട്ട് ദാറ്റ് ഡസൻറ്റ് മേക്ക് മൈ പ്രോബ്ലം സ്മോൾ. എൻ്റെ പ്രശ്നവും
വേറെ രീതിയിൽ, അതായത് ഇപ്പൊ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻസ് ഉണ്ട് നമ്മുടെ ജനറേഷൻ എല്ലാ ഫീൽഡിലും. എനിക്ക് തോന്നുന്നു അതൊരു വലിയ പ്രശ്നമാണ്. പിന്നെ ഇത്രയും അധികം ബ്രാൻഡ്സും ഇത്രയും അധികം സോഷ്യൽ മീഡിയ കോണ്ടന്റ്, നിങ്ങൾക്കറിയാം ഇത്രയും അധികം ചാനൽസ്, എന്താണ് ആൾക്കാർ കൺസ്യൂം ചെയ്യുന്നു ഇത്ര അധികം കോണ്ടന്റ്. നമ്മളിത് ഇവിടെ എപ്പോഴും, പണ്ട് ഞാൻ എനിക്ക് ബിസിനസ് ചെയ്താൽ മതിയായിരുന്നു. ഇപ്പൊ എന്താ അത് മാത്രം പോരാ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരണം, നമ്മൾ മാർക്കറ്റ് ചെയ്യണം, സംസാരിക്കണം, അങ്ങനത്തെ 100 PR പരിപാടി. വി ഗെറ്റ് സംടൈംസ് എക്സോസ്റ്റഡ്. ഇതിന്റെ ഇടയിൽ നമ്മുടെ പേഴ്സണൽ സ്പേസ് നമ്മുടെ ഫാമിലി ആയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യണം, നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് ഹാങ് ചെയ്യണം, നമുക്ക് ട്രിപ്പ് അടിക്കണം. നമ്മുടെ കാര്യങ്ങൾ ഇത് നടന്നില്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഒരു അതെ. ഇത് ചോദിച്ചപ്പോ യുവർ ബ്രാൻഡ് ഈസ് എൻ എക്സ്പെൻസീവ് ബ്രാൻഡ്, ഐ വുഡ് സേ. ലൈക്ക് ഒരു നമ്മൾ പറയുന്ന സാധാരണ ആളുകൾക്ക് ഒരു മാസം 50,000 സാലറി വാങ്ങുന്ന ഒരാൾക്ക് പോലും അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു ബ്രാൻഡ്. അതാണ് പൊതുവെ അയ്യോ സോൾട്ടോ കൈ പൊള്ളും എന്ന് പറയുന്നത്. അപ്പോൾ യു റൺ എൻ എക്സ്പെൻസീവ് ബ്രാൻഡ്. സോ വൈ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്. സെക്കൻഡ് തിങ് ഈസ് സാധാരണക്കാർക്ക് അപ്പോൾ അഫോർഡ് ചെയ്യാൻ എന്താ, ഇപ്പോൾ ദിയയുടെ വസ്ത്രങ്ങൾ ധരിക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഹാവ് യു എവർ തോട്ട് അബൌട്ട് ഇറ്റ്, ഓർ വാട്ട് ഈസ് ദ തോട്ട് ബിഹൈൻഡ് ഇറ്റ്? യാ, സോ ഡെഫിനറ്റ്ലി ഞാൻ കേറ്റർ ചെയ്യുന്നത് ഒരു പ്രീമിയം സ്പേസ് ആണ്, പ്രീമിയം ബ്രാൻഡാണ് ഞാൻ കേറ്റർ ചെയ്യുന്നത്. ബിക്കോസ് ഞങ്ങൾ ക്വാണ്ടിറ്റിനേക്കാളും കൂടുതൽ ക്വാളിറ്റിയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒരു മാസ് പ്രൊഡക്ഷനോ അങ്ങനെയല്ല, ഞങ്ങൾ സ്ലോ ഫാഷൻ സ്പേസിലാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് പീസസ് ഒരു ഡിസൈനിൽ ഉണ്ടാക്കുന്നില്ല. നമ്മളിപ്പോൾ പ്യുവർ ഫാബ്രിക്കും ഹാൻഡ്ലൂം ഒക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഫാബ്രിക്കിന് തന്നെ അത്രയും കോസ്റ്റ് നമുക്കായി. പിന്നെ ഇപ്പോൾ സ്ലോ ഫാഷനിൽ ഫാബ്രിക് മാത്രമല്ല, ഫെയർ വേജസ് കൊടുക്കുന്നു, നല്ല ക്വാളിറ്റി സ്റ്റാഫിന് എടുക്കുന്നു. അപ്പോൾ അത്രയും നമുക്ക് എക്സ്പെൻസസും എല്ലാം ഒരു സൈഡിലുണ്ട്. പ്ലസ് ഇപ്പോൾ ഈ ഫാബ്രിക് ഇത്രയും ക്വാളിറ്റി കൂടുന്നു, എക്സ്പെൻസ് കൂടുന്നു, പ്ലസ് അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ ഫിനിഷിങ് എല്ലാം ഞങ്ങൾ നോർമൽ ഇൻ്റർലോക്ക് സ്റ്റിച്ചിങ് അല്ല ചെയ്യണം. ഞങ്ങൾ ഫ്രഞ്ച് സീമും പക്ക ഫിനിഷും ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രൊഡക്റ്റിൽ നമ്മൾ എടുക്കുന്ന സമയം ഒരുപാടാണ്. പക്ഷെ ഞങ്ങൾ കേറ്റർ ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ആ ക്വാളിറ്റി വേണം. ദാറ്റ് ഈസ് വാട്ട് മൈ ടാർഗറ്റ്. സോ ഒരു ബ്രാൻഡിന് എല്ലാവരെയും കേറ്റർ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ അഫോർഡബിൾ ബ്രാൻഡ്സ് ആർ ഡിഫറെൻറ്റ്, പ്രീമിയം ആർ ഡിഫറെൻറ്റ്, ലക്ഷറി ബ്രാൻഡ്സ് ആർ ഡിഫറെൻറ്റ്. ആ സെഗ്മെൻറ്റിൽ പോലും പല കാറ്റഗറീസ് ഉണ്ട്. അതിൽ പോലും ഡെയിലി വെയേഴ്സ് ഉണ്ട്, പാർട്ടി വെയേഴ്സ് ഉണ്ട്, റിസോർട്ട് വെയേഴ്സ് ഉണ്ട്, ബ്രൈഡൽ വെയേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് എത്രത്തോളം നമ്മൾ നാരോ ഡൗൺ ചെയ്യുന്നോ അത്രത്തോളം ആ ക്ലാരിറ്റി ഭയങ്കര ഇതാണ്. എല്ലാം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഇവരും വേണം അവരും വേണം എല്ലാവരും, അത് നടക്കില്ല. ഭയങ്കര ക്ലിയർ കട്ടായിട്ട് അങ്ങനത്തെ ആ നിഷിനെയാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഇവിടെ എവിടെ നോക്കിയാലും ഫാസ്റ്റ് ഫാഷൻ ബ്രാൻഡ്സിന്റെ ഔട്ട്ലെറ്റ്സ്, നോട്ട് ഫ്രം കേരള ബട്ട് ഫ്രം ഔട്ട്സൈഡ് MNCസിന്റെ ഫാസ്റ്റ് ഫാഷൻ ബ്രാൻഡ്സിന്റെ ഔട്ട്ലെറ്റ് വെർ യു ഗെറ്റ് ക്ലോത്ത്സ് ലൈക്ക് 150ക്ക് ടീഷർട്ട് വേണോ 150ക്ക് ഉണ്ട്, 250ക്ക് ക്രോപ്പ് ടോപ്പ് വേണോ. യു ഹാവ് ഓൾ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ ഡിസൈൻസ് ബട്ട് ഇൻ എ വെരി അഫോർഡബിൾ പ്രൈസ്, ബട്ട് ഇറ്റ് ഈസ് ഫാസ്റ്റ് ഫാഷൻ. അപ്പോൾ ഫാസ്റ്റ് ഫാഷൻ്റെ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിലെ ഏറ്റവും ഇൻ്റഗ്രൽ ആയിട്ടുള്ള ഒരു ത്രെറ്റാണ് ഫാസ്റ്റ് ഫാഷൻ. അപ്പോൾ ഹൗ ഡു യു ലുക്ക് അറ്റ് ഇറ്റ്? സോ ഫാസ്റ്റ് ഫാഷൻ പോകുന്ന ഒരാൾ എൻ്റെ അടുത്തേക്ക് ചിലപ്പോൾ എന്നെ പ്രിഫർ ചെയ്യുന്നത് ഞങ്ങളുടെ കൂടുതലൊരു ആർട്ടിസണൽ പീസാണ്, ഞങ്ങൾക്ക് കുറച്ചുകൂടി ഹാൻഡ് ക്രാഫ്റ്റഡ് ആണ്, യുണീക്കാണ്, അതിൻ്റെ ഒരു സ്റ്റോറി ബിഹൈൻഡ് ഇറ്റ് ഉണ്ട്. ഇറ്റ് ഇസ് നോട്ട് ഓൺലി ഒരു ബ്യൂട്ടിഫുൾ ഡ്രസ്സ് ഇട്ടിട്ട് പോകുന്നു എന്നുള്ളതല്ല, അതിൽ ബിഹൈൻഡ് എന്തോരം ആൾക്കാരുടെ ഹാൻഡ്സ് ഉണ്ട്, അതിലെന്തോരം നമ്മുടെ തന്നെ ലൂംസ് നിന്ന് ചെയ്യുന്ന ഫാബ്രിക്സ് ഉണ്ട്, വെസ്റ്റ് ബംഗാൾ ലൂംസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ബനാറസ് നിന്ന് എത്തിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു ഒത്തൻറ്റിസിറ്റി ഈസ് ഓൾസോ ദെയർ, നോ, ആ ഒരു ക്വാളിറ്റി ഈസ് ഓൾസോ ദെയർ. അത് ഒരിക്കൽ എക്സ്പീരിയൻസ് ചെയ്ത ഒരാൾ എൻ്റെ അടുത്തേക്ക് വരുന്നത് ആ ഒരു റിക്വയർമെൻറ്റിനാണ്. അല്ലാണ്ട് ദേ കനോട്ട് കമ്പയർ മീ വിത്ത് അനദർ ഒരു ഫാസ്റ്റ് ഫാഷൻ ബ്രാൻഡായിട്ട്. അവിടേക്ക് അവരുടെ റിക്വയർമെൻറ്റ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അവിടെ പോയി അവർ മേടിക്കുന്നത് വേറെ സാധനങ്ങളാണല്ലോ. എൻ്റെ അടുത്ത് വരുമ്പോൾ ദേ നോ ഇതിന് ഇത്ര ബഡ്ജറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ ദിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സോൾട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ക്വാളിറ്റി ഓഫ് പ്രോഡക്ട്സ് എനിക്ക് ഇന്ന സ്ഥലത്ത് ഇടാൻ പറ്റുന്ന. ആൻഡ് സോ മെനി പീപ്പിൾ ഹാവ് സെഡ് ഇത് ഇടുമ്പോൾ എന്തൊരു സുഖം, ഇറ്റ് ഫീൽസ് ലൈക്ക് ബട്ടർ, ഇങ്ങനത്തെ പല പല ടെക്സ്റ്റൈൽസ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പും ആർട്ടിസണൽ വാല്യൂ ഒന്നും അവിടെ കിട്ടില്ലല്ലോ. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ഓൾസോ. സോ ആസ് എ പേഴ്സൺ ഫ്രം കേരള, കേരളത്തിൽ നിന്നുള്ള ഒരു ഫാഷനിസ്റ്റ് എന്നുള്ള രീതിയിൽ കേരളത്തിൻ്റെ ഹാൻഡ്ലൂമിന് വാട്ട് ഈസ് യുവർ കോൺട്രിബ്യൂഷൻ? സോ ഞങ്ങൾ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഒരു 4-5 years ആയിട്ട് ആഫ്റ്റർ കോവിഡ് ഐ സ്റ്റാർട്ടഡ് എക്സ്പ്ലോറിങ് ഹാൻഡ്ലൂം. അതുവരെ ഞാനും വെൻ ഐ സ്റ്റാർട്ടഡ് സോൾട്ട് അങ്ങനത്തെ ഒരു സ്പേസിൽ ഞാനും ചിന്തിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. ഐ തിങ്ക് ഐ ഓൾസോ ഇവോൾവ്ഡ്, സോൾട്ട് ഓൾസോ ഇവോൾവ്ഡ് ഓവർ ടൈം. സോ വെൻ ഐ സ്റ്റാർട്ടഡ്, ആസ് ഐ ടോൾഡ് യു, കൊച്ചിയിൽ ഒരു കണ്ടംപററി ബ്രാൻഡ് എവിടെ ഇല്ലായിരുന്നു. അതിലെങ്ങനെ ഒരു പ്രെറ്റ് ലൈൻ ബ്രാൻഡ് ചെയ്യാം എന്നുള്ളതേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ.
ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു ഡിഫറെൻറ്റ് ഒരു സ്റ്റൈൽസ് ഒക്കെ ഓഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആവണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഐ യൂസ് ടു സോഴ്സ് ഫാബ്രിക്സ് ഫ്രം ബോംബെ, ഡൽഹി അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞാനിവിടെ, പക്ഷെ അന്ന് ഞാൻ പ്യുവർ ഫാബ്രിക്സ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലാണ് നമുക്ക് ആ ക്വാളിറ്റി കിട്ടുകയുള്ളൂ. അതിൽ ഞാൻ ഗാർമെൻറ്റ്സ് ചെയ്യുമായിരുന്നു. പക്ഷെ ഓവർ എ പീരീഡ് നമുക്കും എക്സ്പോഷർ കിട്ടും. ഞങ്ങൾ ലൂംസ് വിസിറ്റ് ചെയ്തു, ഫ്ലഡ്സും മറ്റേ കോവിഡൊക്കെ സമയത്ത് നിന്ന്. അപ്പോൾ നമുക്കിങ്ങനെ തോന്നുമല്ലോ, അയ്യോ ഇവിടെ എന്ത് രസമായിട്ടാണ് ഇതാരും അങ്ങനെ കണ്ടംപററി ബേസിൽ യൂസ് ചെയ്യുന്ന ഡിസൈനേഴ്സും ഉണ്ട്. എൻ്റെ സ്റ്റൈലിൽ എങ്ങനെ എനിക്കിതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ വി സ്റ്റാർട്ടഡ് വിത്ത് ഫ്യൂ സാരീസ്, ഫ്യൂ സ്റ്റൈൽസ്. പിന്നെ ഓവർ എ പീരീഡ് നമ്മൾ വിൽ ബി മോർ ക്ലിയർ അബൌട്ട് ഇത് വെച്ച് നമ്മുടെ സ്റ്റൈലിൽ എങ്ങനെ ചെയ്യാം, എന്ത് വ്യത്യാസങ്ങൾ ചെയ്യാം. അപ്പം വി ആർ യൂസിങ് കേരള ലൂംസ് മോർ കണ്ടംപററി വേ. ഇപ്പം ഇപ്രാവശ്യം തിക്ക് വെഫ്റ്റ് വെച്ചിട്ട് തന്നെ ഞങ്ങൾ കുറേ മോട്ടീവ്സ് അതിൽ ചെയ്തു, പല സ്റ്റൈൽസ് ക്രിയേറ്റ് ചെയ്തു. അപ്പം ഇപ്പം ഞങ്ങളുടെ അപ്കമിങ് വിൻ്റർ ഫെസ്റ്റിവലും കസവിൻ്റെ ഇത് വെച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ചെയ്യണേ. പക്ഷേ കോർസെറ്റ് ഡ്രസ്സസ് ചെയ്യുന്നു, സ്കേർട്ട് കോട്ട്സ് ചെയ്യുന്നു. ഇറ്റ് ലുക്സ് വെരി യുണീക്ക് ആൻഡ് വെരി ഡിഫറെൻറ്റ്. എനിക്ക് തോന്നുന്നു അത്ര അധികം എക്സ്പ്ലോർ ചെയ്യാനുള്ള അത്രയും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഐ വോണ്ട് മോർ ഡിസൈനേഴ്സ് ടു തിങ്ക് ലൈക്ക് ദാറ്റ്. നമ്മുടെ തന്നെ ഒത്തൻറ്റിക് ഫാബ്രിക്സും കൂടെ വരികയാണെങ്കിൽ അത് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴും ഇറ്റ് ഹാസ് ഒരു ഒത്തൻറ്റിക് യുണീക്ക് ഫീൽ. ആൻഡ് ഓൾസോ നമ്മുടെ തന്നെ നാട്ടിൽ ഇത്ര അധികം ഇനി കുറച്ച് കാലം കൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ലൂംസിലൊന്നും ഇപ്പോൾ ചെയ്യുന്ന വീവേഴ്സ് തന്നെ ഒരുപാട് പ്രായമായിട്ടുള്ള ചേട്ടന്മാരും ചേച്ചിമാരും. അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതുപോലും കിട്ടില്ലായിരിക്കും. അപ്പോൾ പിന്നെ അതുമല്ല, അവിടെ ചെന്ന് ഞങ്ങളും കുറേ പഠിച്ചു. അവർ ചെയ്യുന്ന അവരുടെ ആ ഒരു കൈ കൊണ്ട് ചെയ്യുന്ന അത് കാണുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ഇമോഷണൽ ആവും. എന്തോരം സമയം എടുക്കുന്നത് ഓരോ സാരി ചെയ്ത് തീരുമ്പോഴും, എന്തോരം ഒരാളുടെ എത്രത്തോളം ടൈമും എനർജിയും. ദേ ഓൾ ആർ വെരി പാഷനേറ്റ്. ഇത്ര പ്രായമായിട്ടും അത് ചെയ്യുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. അത്രയും നേരം വന്ന് അത് ചെയ്യുക, അത് കൈകൊണ്ട് ഫുൾ നൂല് ഹാൻഡ് സ്പൺ ചെയ്താണ് ഇതൊക്കെ തറിയിൽ സെറ്റ് ചെയ്യുന്നതെല്ലാം. കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും, അപ്പം തന്നെ നമുക്ക് വാല്യൂ കൂടും. ഐ വാസ് ഓൾസോ തിങ്കിങ് ഐ ഷുഡ് ഓൾസോ എഡ്യൂക്കേറ്റ് മൈ കസ്റ്റമേഴ്സ്. അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അങ്ങനത്തെ വീഡിയോസ് ഇടാൻ തുടങ്ങി. എവിടെ നിന്നാണ് ഇത് വരുന്നത്, ആരാണിത് ഉണ്ടാക്കുന്നത്. എനിക്ക് തോന്നുന്നു അതും ഇന്നത്തെ ഒരു ഫാഷനിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കസ്റ്റമേഴ്സിന് അത് അറിയണം. ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് ബൈയിങ് എ ക്ലോത്ത്, ഇത് ആരുണ്ടാക്കി, എവിടെ നിന്ന് വരുന്നു, എങ്ങനെ അത് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ പോപ്പപ്പിലും ആ ടെക്സ്ചർ ഫീൽ ചെയ്യാനും പലരും അത് പ്രിൻ്റാണോ എന്താണെന്ന് മനസ്സിലാവില്ല. നേരിട്ട് വരുമ്പോഴാണല്ലോ അതിൻ്റെ ആ ഫീലും ടെക്സ്ചറും എല്ലാം മനസ്സിലാവുന്നത്. അപ്പോൾ ആർട്ടിസാൻസ് ആർ പെയ്ഡ് വെൽ. പൊതുവേ നമ്മൾ പറയല്ലോ ഡിസൈൻസിൽ യു ടേക്ക് മിനിമൽ എമൗണ്ടിൽ അവരുടെ അടുത്തുനിന്ന് വാങ്ങിയിട്ട് വലിയ എമൗണ്ടിൽ വിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ക്രിറ്റിസിസം പൊതുവെ കേൾക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാം നമ്മുടെ കേരള ലൂംസ് എല്ലാം കുറച്ചും കൂടെ ഫെയർ വേജസും അതിൽ എല്ലാം സൊസൈറ്റീസും ഗവൺമെൻറ് ആയിട്ട് കണക്റ്റഡ് ആണ്. ഇൻഡിപെൻഡൻറ്റ് വീവേഴ്സ് ചെയ്യുന്നതല്ല. പിന്നെ അവർ ഡിസൈനേഴ്സിനായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ചാർജും കൂടെ അവർ ആഡ് ചെയ്യും. അപ്പോൾ അത് പ്രോപ്പർ GST ബില്ലൊക്കെ ആയി നമുക്ക് തരിക ചെയ്യുന്നത്. പിന്നെ വീവേഴ്സ് ഇത് ചോദിക്കുമ്പോൾ ശരിയാണ്, അവരുടെ ഒരു എഫേർട്ടിൻ്റെ അത്രയും അവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വി ഡോണ്ട് നോ. അത് ശരിക്കും ഒരു ഇറ്റ്സ് വെരി പൊളിറ്റിക്കലി ഒരു ഇതാണ്. നമുക്ക് എത്രത്തോളം അവരുടെ ലൈഫിനെ അത് ഹെൽപ്ഫുൾ ആവുന്നു. ബിക്കോസ് അവരുടെ നെക്സ്റ്റ് ജനറേഷൻ ആരും വീവിങ് എടുക്കുന്നില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? അപ്പോൾ അവരുടെ ലൈഫിനെ അത് എത്രത്തോളം എലിവേറ്റ് ചെയ്തു അവരുടെ ജോലി എന്നുള്ളത്, അതൊക്കെ ഒരു വേറെ തന്നെ ഒരു എക്സ്റ്റെൻഡഡ് ഇതാണ്. പക്ഷേ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ വി മേക്ക് ഷുവർ. ഇപ്പോൾ വേറെ സ്ഥലങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നും കേരള ലിറ്റിൽ മോർ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആണ്. പിന്നെ എനിക്ക് എപ്പോഴും തോന്നും നമ്മൾ മേടിച്ച ആ റേറ്റിനല്ലല്ലോ ഒരിക്കലും നമുക്ക്, അതായത് വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ബിസിനസ്സിന് ഓവർ ഹെഡ്സ് ഉണ്ട്. പിന്നെ ഒരിക്കലും ലൂംസിൽ അവരാരും ഒരു ഡിസൈനേഴ്സിനൊന്നും, അതെപ്പോഴും എനിക്ക് തോന്നും അവിടെ അവർ ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലെ ടെക്സ്റ്റൈൽ ഡിസൈനേഴ്സിനെ എടുക്കുകയാണെങ്കിൽ ശരിക്കും അവർക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഈ ചേച്ചിമാരൊക്കെ തന്നെയാണ് ഡിസൈനൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾ ഇടയ്ക്ക് പോകുമ്പോൾ നമ്മളും കുറച്ച് ഞങ്ങളുടെ വേറെ കളർ കോമ്പിനേഷൻസ് അവിടുത്തെ നൂലുകളൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ മോട്ടീവ്സ് ഒക്കെ കൊടുക്കും. ഫോർ ദെയർ വൺസ് ദേ സെഡ് ഞങ്ങളുടെ ഇൻ ഹൗസിൽ പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ഗിവ് ആൻഡ് ടേക്ക്. അവരും ഞങ്ങളെ കുറേ പഠിപ്പിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് കുറേ എക്സ്പോഷർ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് നമുക്ക് ഇപ്രാവശ്യം പോകുമ്പോൾ കുറച്ച് വേറെ മോട്ടീവ്സ് അവർക്ക് കൊടുത്താലോ അല്ലെങ്കിൽ കളർ കോമ്പിനേഷൻസ് കൊടുത്താലോ അങ്ങനെ ചെയ്യും. പക്ഷേ ഡെഫിനറ്റ്ലി ആ പ്രൈസസ് വിൽ ബി ഡിഫറെൻറ്റ് ബിക്കോസ് എഗെയിൻ ആർ ക്വാളിറ്റി വി ഡു എഗെയിൻ അത് വെച്ച് സ്റ്റിച്ചിങ് ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നെ ഓവർ ഹെഡ്സും എല്ലാം വരുമല്ലോ. നമുക്ക് ആ മേടിച്ച വിലയ്ക്ക് എന്തായാലും അത് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ വി ഓൾസോ മേക്ക് ഷുവർ കസ്റ്റമറിനും ഒരു അൺഫെയർ പ്രൈസിൽ അത് കൊടുക്കരുത് എന്നുള്ളത്. ഭയങ്കര അൺഫെയർ ആവരുത്. അത് ഇറ്റ് ഷുഡ് ബി വെരി ബാലൻസ്ഡ്. എവിടെ നിന്ന് നമ്മൾ എടുക്കുന്നിടത്തുനിന്നും ഒരു ഫെയർ കൊടുക്കണം,
പക്ഷെ എൻഡ് ഓഫ് ദി ഡേ യു ആർ ഓൾസോ ഡൂയിങ് ബിസിനസ്. അപ്പോൾ ആ ബിസിനസ് നന്നായി പോയാലല്ലേ എനിക്ക് കൂടുതൽ ലൂമിലേക്ക് ഓർഡേഴ്സും കൊടുക്കാൻ പറ്റുള്ളൂ. യു ഹാവ് ടു ബി കൺസിസ്റ്റന്റ് വിത്ത് ദെം ഓൾസോ. ഓണത്തിനാണ് അവർക്ക് അവരുടെ സെയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത്, അല്ലാണ്ട് ത്രൂ ഔട്ട് ദി ഇയർ അവർക്ക് ഓർഡേഴ്സ് കുറവാണ്. അപ്പം നമുക്കും ഐ എം തിങ്കിങ് ഇഫ് ഐ ക്യാൻ എക്സ്പാൻഡ് സോൾട്ട് ടു എ ഗ്ലോബൽ സ്പേസ്, I can keep on work with them throughout the year. അപ്പം നമ്മളും ചെറുതായിരിക്കുമ്പോൾ അത്രേ നമുക്ക് ഓർഡേഴ്സ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇഫ് ദ മോർ വി ബിക്കം ബിഗ്, നമുക്ക് നമ്മുടെ ലോക്കൽ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഹാൻഡ് ക്രാഫ്റ്റ് ക്ലസ്റ്റേഴ്സും ഹാൻഡ്ലൂം ക്ലസ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് എങ്ങനെയൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്. ഓക്കെ, ഗ്ലോബൽ സ്പേസ് പറഞ്ഞുകൊണ്ട് 2024 ഒരു നമുക്ക് സിനിമയിൽ വളരെ പ്രൗഡായിട്ടുള്ളൊരു ടൈമായിരുന്നു. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റിൽ കനിയും ദിവ്യയും പായൽ കബാഡിയും കൂടിയിട്ട് ക്യാൻസൽ പോയപ്പോൾ, അപ്പോൾ യു ആക്ച്വലി സ്റ്റൈൽഡ് ദം. വാട്ടർമെലൺ ക്ലച്ച് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റും കൂടി കൊടുക്കണമായിരുന്നു. സോ ആ ഒരു എക്സ്പീരിയൻസ് കുറച്ച് പറയാം. കനി ഭയങ്കര പൊളിറ്റിക്കലി ഭയങ്കര അവെയർ ആയിട്ടുള്ള ഒരാളാണല്ലോ. ഞാൻ കുറേ വി ആർ വെരി ഗുഡ് ഫ്രണ്ട്സ്. അപ്പം ഞാൻ കുറേ പഠിച്ചിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന്. ഐ തിങ്ക് ദ ഗേൾ ഫ്രണ്ട്ഷിപ്സ് ആർ ഓൾവേസ് വെരി എംപവറിങ്. അപ്പോൾ മൈത്രേയനും ചേച്ചിയും കനിയൊക്കെ ഭയങ്കര പൊളിറ്റിക്കലി അത്യാവശ്യം നല്ല അവെയറും ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ പുള്ളിക്കാരത്തിൻ്റെ മൈൻഡിൽ ഓൾറെഡി അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു വലിയ സ്റ്റേജ് കിട്ടുമ്പോൾ അതിനെ ജസ്റ്റ് ഒരു ഭംഗിയുള്ളൊരു ഉടുപ്പിട്ട് പോകാന്നല്ലാണ്ട് എന്താണ് പൊളിറ്റിക്കലി നമുക്കൊരു ചെറിയൊരു ജസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്. അന്ന് ആ സമയത്താണെങ്കിൽ ഇപ്പോഴും അതെ, ഗാസയിലെ സിറ്റുവേഷൻ ഒക്കെ കാണുമ്പോൾ ഭയങ്കര നമുക്ക് ഒരു ഹെൽപ്ലെസ് ഒരു ഫീൽ അല്ലേ. നമ്മളിവിടെ ഇത്ര സേഫായിട്ട് ഇവിടെ ഇരിക്കുന്നു, നമ്മൾ അറിയുന്നു പോലുമില്ല വേറെ സ്ഥലത്ത് ഇത്രയും അധികം പിള്ളേരും ആൾക്കാരൊക്കെ വേറെ തന്നെ ഒരു ജേർണി ആണല്ലോ. അവിടെ കിടന്നുറങ്ങാൻ പോലും പറ്റുന്നില്ല. ആ ന്യൂസസ് കാണും നമ്മൾ പലപ്പോഴും അത് ഷട്ട് ഡൗൺ ചെയ്യും. ആ ന്യൂസിന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര മെന്റലി ഭയങ്കര ഒരു ഭയങ്കര ഒരു സ്പേസിലോട്ട് പോകും. അപ്പം അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാടാ എനിക്ക് ഇങ്ങനൊരു ഐഡിയ ഉണ്ട് എൻ്റെ മനസ്സിൽ, അപ്പോൾ നമുക്ക് ആരോടത് പറയരുത്. അന്ന് കാൻസൽ ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പിയർ ചെയ്യുമ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഭയങ്കര പൊളിറ്റിക്കൽ ഇതിലൊക്കെ വന്ന് അവർ സ്റ്റേജിൽ നിന്ന് അവരെ മാറ്റും എന്നുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ഡയറക്റ്റ് ഡെപിക്ഷൻ അവിടെ പറ്റില്ല. പലസ്തീൻ്റെ ഇത് ഭയങ്കര ഡയറക്റ്റ്ലി പറ്റില്ല, പക്ഷെ ഇൻഡയറക്ട്ലി വീക്കുണ്ട്. അപ്പോൾ അവിടെയൊക്കെയാണല്ലോ നമ്മൾ കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആവാൻ പറ്റുന്ന ഒരു സ്പേസ്. ഡെഫിനറ്റ്ലി ഐ എം ഹാപ്പി എൻ്റെ ഫ്രണ്ട് ഏറ്റവും സുന്ദരിയായിട്ടും അടിപൊളിയായിട്ടും അവിടെ അപ്പിയർ ചെയ്യണം. പക്ഷെ അലോങ് വിത്ത് ദാറ്റ് ഇത് പുള്ളിക്കാത്തി പറഞ്ഞപ്പോൾ ഞാൻ വെച്ചു വാവ്, ഷീ കുഡ് തിങ്ക് ലൈക്ക് ദിസ്. അപ്പോൾ ഞാൻ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. വി ബ്രെയിൻ സ്റ്റോം ആൻഡ് ഇറ്റ് വാസ് എ വെരി ടൈറ്റ് സീക്രറ്റ് ബിറ്റ്വീൻ അസ്. ഞങ്ങൾക്ക് മാത്രവും പിന്നെ സോൾട്ടിലെ ടീമിലും അറിയാം. എൻ്റെ അടുത്ത് വേറെ ഒരാളോടും പറയരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു അന്നാണ് അവരുടെ ടീമിൽ വരെ എല്ലാം ഡ്രസ്സപ്പ് ചെയ്തിട്ടാണ് ലാസ്റ്റാണ് പുള്ളിക്കാരത്തി ബാഗ് എടുത്തതെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവരും എല്ലാവരെയും ഇത് കണ്ടത്. ആൻഡ് ഒരു പോയറ്റിക്കലി എങ്ങനെ പറയാം എന്നാലോചിച്ചു. അപ്പോഴാണ് ഫൈനലി ഓക്കെ എന്നൊരു വാട്ടർമെലൻ അതെവിടെ വെക്കാം, എങ്ങനെ ചെയ്യാം, ബ്ലൗസിൽ കൊടുക്കണോ സാരി കൊടുക്കണോ, അങ്ങനെ കുറേ ദിവസം ഇതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നത്. കുറേ ലുക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ ഇതിനെക്കുറിച്ച് തന്നെ രാവിലെയും രാത്രിയൊക്കെ ഇത് തന്നെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കണം. ആൻഡ് ദ ഹോൾ ലുക്ക് എന്താ പറയണം, ഹെയർ എങ്ങനെ ചെയ്യണം, ഫേസ് മേക്കപ്പ് എങ്ങനെ വേണം, ജ്വല്ലറി എങ്ങനെ വേണം, ഷൂസ് എങ്ങനെ വേണം, എല്ലാത്തിൻ്റെയും എല്ലാ ലുക്സും ഞങ്ങളിങ്ങനെ പ്ലാൻ ഔട്ട് ചെയ്യായിരുന്നു. അപ്പോൾ ഫൈനലി ഞാൻ ചെന്നാൽ പിന്നെ ഒരു കൈ ഭയങ്കര ഫ്രീ ഹാൻഡിൽ, ഇപ്പോൾ ഒരു ക്ലച്ച് ബാഗ് പോലെ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്നാൽ എന്നിട്ട് ഞങ്ങളൊരു ചെറിയ സാമ്പിൾ ചെയ്തു ആദ്യം. എന്നിട്ടാണ് ഞാൻ പറഞ്ഞത് ചെയ്യാം, എന്നിട്ട് ഞാൻ നിന്നെ കാണിക്കാം. എന്താ വെച്ചാൽ നമ്മളിങ്ങനെ എത്ര ഐഡിയേഷൻ പറഞ്ഞാലും അവസാനം ഒരു സാധനം കാണുമ്പോഴായിരിക്കും അവർക്കും മനസ്സിലാക്കാൻ എളുപ്പം. അപ്പോൾ ഷീ ലൈക്ഡ് ഇറ്റ്. നമുക്കൊരു ആക്സസറി പോലെ കയ്യിൽ പിടിക്കാം. അപ്പോൾ അതൊരു ഷി വാസ് വെയറിങ് എൻ ഓഫ് വൈറ്റ് ഡ്രസ്സ്. അപ്പോൾ കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും, ഒരു എലമെൻറ്റ് ആഡ് ചെയ്യുകയും ചെയ്യും കയ്യിൽ പിടിക്കുമ്പോൾ. അങ്ങനെ ആൻഡ് ഇറ്റ് ബ്ലോൺ ഔട്ട് ടു അനദർ ലെവൽ. അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. Was there any issue when they got into the stage? No. നോട്ട് റിയലി, ബിക്കോസ് അത് ഭയങ്കര ഒരു ഡയറക്റ്റ് ഇതല്ലായിരുന്നല്ലോ, ഒരു ഇറ്റ് വാസ് വെരി ഇൻഡയറക്റ്റ് ഡെപിക്ഷൻ ആയിരുന്നു. അതുകൊണ്ട് അത്രയും അങ്ങനെ. പക്ഷേ ദർ വാസ് കപ്പിൾ ഓഫ് ഇൻസിഡൻറ്റ്സ് ഷീ സെഡ്, ഐ ഡോണ്ട് റിമെമ്പർ സ്പെസിഫിക്കലി, ബട്ട് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇത് ഇത്രയും ഭയങ്കരമായിട്ട് ഇത് ഭയങ്കര ന്യൂസ് വാല്യൂ വരുന്നൊന്നും ഞാനും പുള്ളിക്കാരത്തിയും അത്ര ചെറിയ രീതിയിലൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷേ ഇറ്റ് ജസ്റ്റ് വെന്റ് ഓവർ. ഒരു ഗ്ലോബൽ സ്പേസിൽ ഭയങ്കര, ഇവിടെ അവരുടെ മൂവിക്ക് പോലും ലാസ്റ്റ് മൂവി അവാർഡ് മേടിക്കുമ്പോൾ ഇടുന്ന ഔട്ട്ഫിറ്റ് ഉണ്ടാക്കുമ്പോഴേ കാര്യം പറയണം, എന്തായാലും ചിലപ്പോൾ ആ ഇതിലേക്ക് ഞങ്ങൾ പോകണ്ടാവില്ല, പക്ഷെ ഉണ്ടാക്കി വെക്കാം, ഒരു എക്സ്ട്രാ പീസ് നമുക്ക് ചെയ്ത് വെക്കാം എന്നുള്ളതാണ്. അവസാനം മൂവിയിൽ അവാർഡൊക്കെ മേടിക്കുമ്പോഴേക്കും ഇറ്റ് വാസ് ലൈക്ക് വെരി ഓവർവെൽമിങ്. നോട്ട് ഓൺലി ദാറ്റ് ഐ മെയ്ഡ് ദോസ് ക്ലോത്ത്സ് ഫോർ ഹെർ. ഒരു വുമൺ സ്പേസിൽ ഒരു വുമൺ ഡിറക്ടർ, പിന്നെ നമ്മുടെ ഫ്രണ്ട്സ്, ദേ ഓൾ എ ഫീമെയിൽസ്, ഫസ്റ്റ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അത് കിട്ടുന്നു. ഭയങ്കര ഒരു
ഒരു പ്രത്യേക ഫീലിംഗ് ആയിരുന്നു. ഇറ്റ്സ് വെരി ഇമോഷണൽ ആൻഡ് ഒരു ക്രൈങ് പോലെ നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു. അത്രയും അച്ചീവ്മെൻറ്റ് ഫീമെയിൽസിൽ എത്താൻ പറ്റുന്നു, ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ ഉള്ളത്. പിന്നെ ഐ വാസ് ഡബിൾ ഹാപ്പി ബിക്കോസ് ഐ കുഡ് ബി എ സ്മോൾ പാർട്ട് ഓഫ് ദാറ്റ് ജേർണി. അതിൻ്റെ ആ ഒരു കാൺസിൻ്റെ ഇതിൽ എനിക്കും ഒരു നല്ലൊരു ഇത് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. യു ഓൾസോ സ്റ്റൈൽ അനുപമ ചോപ്ര. യെസ് സ്റ്റൈൽഡ് അല്ല, ഷീ ലൈക്ക് ത്രൂ ആർ കോമൺ ഫ്രണ്ട്സ്. ആളുടെ ഒരു ഫ്രണ്ടിന് ഞങ്ങളുടെ ഒരു ഔട്ട്ഫിറ്റ്, സോൾട്ടിൻ്റെ ഔട്ട്ഫിറ്റ് വെയർ ചെയ്ത് കണ്ടു. അപ്പോൾ ഷീ കണക്റ്റഡ് മീ ആൻഡ് സെഡ് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യണം, കസവല് ചെയ്യണം, അല്ലെങ്കിൽ കണ്ടംപററി ഡ്രസ്സസ് വേണം. അപ്പോൾ അങ്ങനെ 2-3 ഔട്ട്ഫിറ്റ്സ് ചെയ്തിട്ടുണ്ട്. ഷീ ഈസ് ഓൾവേസ് ഒരു ഗുഡ് അഡ്മയറർ ആൻഡ് ഐ റിയലി ലൈക്ക് ഹെർ ആസ് എ പേഴ്സൺ ആൻഡ് ഷീ ഈസ് ഓൾസോ വെരി ഒരു ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി. അപ്പോൾ ഷീ ഓൾവേസ് ഇങ്ങനെ എന്തെങ്കിലും കളക്ഷൻസ് ഉണ്ടെങ്കിൽ ഞങ്ങളും അയച്ചിട്ടൊക്കെ കൊടുക്കും. ആൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ആൾ ചൂസ് ചെയ്യും. ഷീ ഈസ് മൈ കസ്റ്റമർ ആൻഡ് അഡ്മയറർ. സോ നമ്മൾ സോഷ്യൽ മീഡിയയുടെ കാര്യമൊക്കെ സംസാരിച്ചപ്പോൾ നമ്മളിപ്പോൾ യു ഡിസൈൻ സംതിങ് ആൻഡ് ഇറ്റ് ഗോസ് ടു എ സ്പേസ്. അത് സോഷ്യൽ മീഡിയയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ then you might see your own design somewhere else. Like നമ്മളെപ്പോഴും ഈ സോഷ്യൽ മീഡിയ ഡിജിറ്റൽ സ്പേസ് വന്നതിന് ശേഷം ഈ കോപ്പിറൈറ്റഡ് അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി പറയുന്ന പാർട്ട് നമ്മൾ വളരെ കൺഫ്യൂസ്ഡ് ആണ്. സോ നമ്മൾ പറയും മനീഷ് മൽഹോത്രയുടെ ഡിസൈൻസ് യു ഗെറ്റ് ഇൻ ഖാൻ മാർക്കറ്റ് എന്ന് പറയുന്ന പോലെ. സോ how do you look at that? Like you do a work, you put your lot of effort. Like നമ്മളിപ്പോൾ കുറേ ആയിട്ട് അങ്ങനത്തെ ഡിസ്കഷൻ സോഷ്യൽ മീഡിയയിൽ തന്നെ കാണുന്നുണ്ട്. ചില മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യണ വർക്കുകൾ വലിയ വലിയ ബ്രാൻഡുകൾ എടുത്തിട്ട് അവരുടെ ഐഡിയാസ് എടുക്കുകയും ഇവർക്ക് യാതൊരു രീതിയിലുള്ള കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും അതേപോലെ അപ്പം. സോ ഹൗ ഡു യു ലുക്ക് അറ്റ് ഇറ്റ്? എനിക്ക് തോന്നുന്നു ഇപ്പോൾ പ്രാഡ, ജൂത്തീസ്, അതൊക്കെ ഇങ്ങനത്തെ കുറേ ഇൻസിഡൻസ് ഇപ്പം ഉണ്ടാവുണ്ടല്ലോ. ഐ തിങ്ക് വി ഷുഡ് ബി മോർ എത്തിക്കൽ. അതും കൂടിയാണ് ഇപ്പോൾ എല്ലാവരും ട്രൈങ് ഹാർഡ് ടു ബി ഇൻ എ സ്ലോ ഫാഷൻ ആൻഡ് ബ്രിങ് ഇൻ ഡൗൺ ആ ഒരു മാസ് ഷോപ്പിങ്ങും അങ്ങനത്തെ ബ്രാൻഡ്സിനെ, അതായത് ആ ഒരു മൈൻഡ് സ്പേസിലോട്ട് നമ്മൾ വളരാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബി എത്തിക്കൽ ഇസ് എ റൈറ്റ് തിങ് ടു ഡു. എനിക്കെപ്പോഴും തോന്നും കുറേ രീതിയിൽ ആ ഒരു പൽഗാരിസം നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അതിപ്പോൾ ഒരു ക്രിയേറ്റർ ഒരുപാട് കഷ്ടപ്പെട്ട് സ്ലീപ്ലെസ് നൈറ്റ്സ് ആൻഡ് എന്തോരം ബഡ്ജറ്റും ഒക്കെ വെച്ചിട്ടായിരിക്കും അവർ ആ സീസൺ നോക്കിയൊക്കെ ആയിരിക്കും. ഞങ്ങൾക്കും അങ്ങനത്തെ ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. സംടൈംസ് യു ഫീൽ വെരി ഫ്രസ്ട്രേറ്റഡ്, സംടൈംസ് യു ഫീൽ വെരി ഹെൽപ്ലെസ്. പിന്നെ നമുക്ക് ആ സൈഡും അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഡൗൺ ആയി പോകും, നമ്മൾ ഭയങ്കര നെഗറ്റീവായി പോകും. സോ നൗ ഞാൻ എൻ്റെ ടീമിൻ്റെ അടുത്തൊക്കെ പറയാൻ തുടങ്ങി, ഒരു സാധനം നമ്മുടെ ഹിറ്റായി എന്ന് അറിയണമെങ്കിൽ എല്ലാവരും കൂപ്പിടിച്ചതെന്ന് കണ്ടു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് നമ്മുടെ സംഭവം ഹിറ്റായി എന്നുള്ളത് അങ്ങനെ എടുത്തോളുക. എന്നുവെച്ചാൽ കുറേ കുഞ്ഞിയെ ഓൺലൈൻ ബ്രാൻഡ്സും ബൊട്ടീക്സും ഒക്കെ അത് ചെയ്യും. നമുക്ക് ഇവരായിട്ടൊന്നും പോയി ഇടിപിടിക്കാനും ഇതിനൊന്നും പറ്റില്ല. പിന്നെ വെൻ ബിഗർ ബ്രാൻഡ്സ് ഡു ഇറ്റ്സ് എ ഡിഫറെൻറ്റ് സീൻ. ഇപ്പം തന്നെ കുറേ ഡിസൈനേഴ്സിൻ്റെ ബട്ട് ഗുഡ് തിങ് ദാറ്റ് സോഷ്യൽ മീഡിയ അങ്ങനത്തെ ഒരു സ്പേസ് ഉള്ളതുകൊണ്ട് അത് കോൾ ഔട്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. പണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ലായിരുന്നല്ലോ, ലീഗലി നമ്മൾ പോകണം. ഐ തിങ്ക് റീസെന്റ് രാഹുൽ മിശ്രയുടെ ഡിസൈൻസ് അവർ ലീഗലി പോയി. രാഹുൽ ഡ്രസ്സസ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ പുള്ളിയുടെ തന്നെ പേരൊക്കെ ഇട്ടിട്ടൊക്കെ തന്നെ കുറേ ബ്രാൻഡ്സ് ഒക്കെ അവരുടെ സാധനങ്ങൾ കുറച്ചും കൂടെ വില കുറവിന് സെല്ല് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് കളയിച്ചു. ഒക്കെ അങ്ങനത്തെ കുറച്ച് വരണം. അങ്ങനെ കുറച്ച് ഇൻസിഡൻസ് വരുമ്പോഴേ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ളവർക്കോ ഇത് ചെയ്യാൻ പാടില്ല, എന്ത് ചെയ്യണം ചെയ്യരുത് എന്നുള്ളത് എവിടെയും ആർക്കും അറിയില്ലല്ലോ. ആ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നു. ഈവൻ ഫാഷൻ സ്റ്റുഡൻസും ഇപ്പോൾ ഈ എന്താ പറയുക ബുട്ടീക്സും ഫാഷൻ ലേബിൾസും ഒക്കെ റൺ ചെയ്യുന്ന ആൾക്കാർക്കും കുറച്ചും ആ ഒരു അവയർനെസ് വേണം. എനിക്ക് തോന്നുന്നു ദേ ഷുഡ് ഓൾസോ പുട്ട് സം എഫേർട്ട് ടു ക്രിയേറ്റ് ദെയർ ഓൺ യുണീക്ക്. അപ്പോഴേ അവരുടെ ബ്രാൻഡിനും അറ്റൻഷൻ കിട്ടുള്ളൂ. വേറെ ആരുടെയോ പോലെ തോന്നിക്കുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ യുണീക്നെസ്സും നമ്മുടെ ഐഡൻറ്റിറ്റിയും നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് ബ്രാൻഡ്സ് ഒക്കെ കോൾ ഔട്ട് ചെയ്യുമ്പോൾ ആ ഫിയറും വരും. ഇത് പോയാൽ അതിനൊരു ബാക്ക് ഫയർ, അതിന് യു ഹാവ് ടു പേ ഫോർ ഇറ്റ്. ആ ഒരു കോസ്റ്റ് ഉണ്ടാവും എന്ന് അറിയുമ്പോൾ ദേ വിൽ ബി ലിറ്റിൽ മോർ കോഷ്യസ്. സോ വാട്ട്സ് യുവർ നെക്സ്റ്റ് തോട്ട്? ഇനി എന്താ ഭാവി പരിപാടികൾ? ഭാവി ഇങ്ങനെ വലിയ ഡ്രീംസ് ഒക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ നടന്നാൽ മതി, അതിനുവേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന്. ലൈക്ക് കാൻസിൻ്റെ ഒക്കെ പറഞ്ഞ പോലെ ഐ നെവർ ഡ്രീംഡ് ഓഫ് കാൻസോ അങ്ങനത്തെ ബിഗർ ഇതൊന്നും. ഞാൻ ഇവിടെ ഒരു ബ്രാൻഡ് തുടങ്ങുന്നു, നമ്മുടെ നാട്ടിൽ കുറച്ച് ഇതൊക്കെ ചെയ്യുന്നു, സമാധാനമായി ബിസിനസ് ചെയ്യുന്നു, കാശുണ്ടാക്കുന്നു, വീട്ടിൽ പോയി കിടന്നുറങ്ങുന്നു, കുറച്ച് ട്രാവൽ ചെയ്യാൻ പറ്റുന്നു. ഇതായിരുന്നു എൻ്റെ
ഡ്രീം. പക്ഷെ ദെൻ യു അണ്ടർസ്റ്റാൻഡ് നമ്മൾ കാണുന്ന പോലെ ഒന്നല്ല, ഇതിലോട്ട് ഇറങ്ങുമ്പോഴാണ് ഇതിൻ്റെ കുറേ ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യുന്നതും റിയാലിറ്റി പഠിക്കുന്നതും. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെയല്ല. ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ 2 പാട്ടിൽ നമ്മൾ ബിസിനസ് ഇങ്ങനെ ഫ്ലറിഷ് ചെയ്യുന്നു, അതൊന്നും സംഭവിക്കുന്നേ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ യു ഗ്രോ ആസ് എ പേഴ്സൺ. ഐ ബിക്കം മോർ കൈൻഡ് ആൻഡ് ഐ ബിക്കം മോർ ബെറ്റർ പേഴ്സൺ ഐ തിങ്ക് ആഫ്റ്റർ ഡൂയിങ് ബിസിനസ്. എനിക്ക് കുറച്ചും കൂടെ ആൾക്കാരെ മനസ്സിലാക്കാനും കുറച്ചുകൂടെ ബെറ്ററായി എൻ്റെ റിയാക്ഷൻ, എന്തെങ്കിലും സിറ്റുവേഷൻസ് വരുമ്പോഴും കുറച്ചും കൂടെ തോട്ട്ഫുൾ ആയിട്ട് ഞാൻ റിയാക്ട് ചെയ്യും. കുറേയും കൂടെ എല്ലാ സിറ്റുവേഷൻസും കൈൻഡറായിട്ട് കാണാൻ പറ്റുന്നു. അതൊക്കെ എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പക്ഷെ നൗ ഐ ഫീൽ ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം. അങ്ങനെ കേരളത്തിൽ മാത്രം ഇരിക്കാണ്ട് കുറച്ചുകൂടെ എൻ്റെ ഹൊറൈസൺസ് ബിഗർ ആക്കണം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആസ് എൻ ഓൺടർപ്രണർ ഓൾസോ ഐ ബിക്കം മോർ കോൺഫിഡൻറ്റ്. അപ്പോൾ ഇപ്പോൾ ഐ സ്റ്റാർട്ടഡ് ഡ്രീമിങ് മോർ ബിഗ് ആൻഡ് ഐ തിങ്ക് അപ്പോൾ മോർ ബിഗ് ചെയ്യുമ്പോൾ വെച്ചാൽ കുറേ പണിയെടുക്കണമല്ലോ. ആൻഡ് മൈ ടീം ഇസ് ഓൾസോ വെരി സപ്പോർട്ടീവ്. സപ്പോർട്ട് ഇൻ ദ സെൻസ് ഞങ്ങളെല്ലാം ഐ റിയലി ലൈക്ക് ടു വർക്ക് ആസ് എ ടീം. 1 person ക്യാൻ ഡു സോ മച്ച്, റൈറ്റ്? അപ്പോൾ ഐ റിയലി ലൈക്ക് ടു പിള്ളേരാകുമ്പോൾ അവരെ മെൻറ്റോർ ചെയ്യാനും രസമാണ്, നല്ലതാണ്. എനിക്ക് തോന്നുന്നു എനിക്കൊന്നും അങ്ങനെ യങ് ഡേയ്സിൽ ആരും പറഞ്ഞു തരാനുണ്ടായില്ല. നമുക്ക് അങ്ങനത്തെ ഒരു കൾച്ചർ, എനിക്ക് അങ്ങനത്തെ എൻ്റെ ഫാമിലിയിൽ അങ്ങനെ ആരും ഉണ്ടായില്ല. അല്ലെങ്കിൽ നമുക്ക് എവിടെ നിന്നാണ് ആ ഇൻഫർമേഷൻ കിട്ടുന്നത്? അപ്പം നമ്മുടെ പേരൻസിനും അങ്ങനത്തെ ഒരു കല്യാണം കഴിപ്പിക്കുക, അതുവരെ പഠിപ്പിക്കുക എന്നല്ലാണ്ട് വേറൊരു വിഷൻ വേണം, അല്ലെങ്കിൽ അങ്ങനത്തെ എങ്ങനെ പ്രൊഫഷണൽ ആവണം, അതിലെന്ത് ചെയ്യണം ചെയ്യരുത്, അങ്ങനെ കുറേ, നോട്ട് ഓൺലി ഇൻ ദ വർക്ക്, ഓൾസോ ഇൻ ദ പേഴ്സണൽ ലൈഫ്. ദേ ഓൾസോ എംപവർ മീ, ദേ ഓൾസോ ഗേവ് മീ ലൈക്ക് ദർ ഇസ് ഒരു ഡേ ഉണ്ട് ഞങ്ങളുടെ ടീം മീറ്റിംഗ് ഇതിൽ. അപ്പോൾ ഞാൻ വൺ സജഷൻ ഫോർ മീ ടു ബി എ ബെറ്റർ ലീഡർ ഉണ്ട്. അപ്പോഴാണ് എനിക്കുള്ള ക്രിറ്റിസിസം കിട്ടുന്നത്. അപ്പോൾ മാം ഇനി മുതൽ അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ പറയരുത്, ഇങ്ങനെ ചീത്ത വിളിക്കരുത്, അങ്ങനെ ദേ ഓൾസോ ഗേവ് മീ സജഷൻസ്. ദെൻ ഐ put effort for that, otherwise നമ്മളെ ആരും ഇതൊന്നും പഠിപ്പിക്കുന്നില്ലല്ലോ. പിന്നെ അവരും പലപ്പോഴും പറയും, ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾ കുറേ പഠിച്ചത്. അതർ സൈഡ് ഓഫ് ഒരു വേറൊരു വേർഷൻ അവരുടെ കണ്ടു, ഇത്രയും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ സംസാരിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു, ഇങ്ങനെ ടെക്നിക്കൽ പഠിക്കുമായിരുന്നു, ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അപ്പോൾ that also makes me happy. So I don't think success is only based on a numbers, because definitely you have to make money because you have to survive, you have to pay bills, you have to pay salary on time to your team, vendors, everyone. But there are a lot of other things which help me through SALT, but now I think you can dream more and put. And what's effort. Your inspiration? What inspires you? What is your reference for art that you create on the clothes? So we take different stories, like maybe ഒരു കേരള ആർട്ട് ഫോം ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫാൻറ്റസി സ്റ്റോറി ആയിരിക്കും. അതിന്ന് ഡിറൈവ് ചെയ്തിട്ട് അതിനെങ്ങനെ കണ്ടംപററി ആയിട്ട് നമുക്ക് ഡെപിക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള എന്തെങ്കിലും ഒരു ട്രാവൽ ബേസ്ഡ് ആയിരിക്കും ചിലപ്പോൾ. അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ സ്റ്റോറി എടുത്ത് അതിനെ കുറച്ചുകൂടെ ഞങ്ങൾ ഡീപ്പറായിട്ട് സ്റ്റഡി ചെയ്ത് അതിനൊരു മൂഡ് ബോർഡ് സെറ്റ് ചെയ്ത് കളർ പാലറ്റ്സ് ഡെവലപ്പ് ചെയ്ത്, പിന്നെ വി വിൽ ഹാവ് ഡിസ്കഷൻസ്. അതെന്തിനങ്ങനെ ചെയ്യണം, എന്തുകൊണ്ട് ചെയ്യണ്ട, ഇത് പിന്നെ എന്ത് ടൈപ്പ് ഓഫ് ക്ലോത്ത്സ് കൊണ്ടുവരണം. വി ക്രിയേറ്റ് ഒരു ലുക്ക് ബോർഡ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് വി ക്രിയേറ്റ് സാമ്പിൾസും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫൈനലൈസ് ചെയ്യുള്ളൂ അതിൻ്റെ എത്ര ഇത് ഫൈനൽ പോകണം എന്നുള്ളത്. സോ പാറ്റേൺ മേക്കിങ്ങും ഇതിനൊക്കെ ഞങ്ങൾ കുറേ വി പുട്ട് ലോട്ട് ഓഫ് ടൈം ഫോർ ദാറ്റ് കോൺസെപ്റ്റിനും റിസർച്ചിനും. ഇപ്പം ഞങ്ങൾ കുറച്ചും കൂടെ ബിഗർ ഇതിൽ ചിന്തിക്കുകയാണെങ്കിൽ റിസർച്ചിനൊക്കെ കുറച്ചുകൂടെ സമയം, പണ്ട് നമ്മൾ കുറച്ചുകൂടെ ഇവിടുത്തെ മാർക്കറ്റായിരുന്നു കൂടുതലും ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നൗ ഇഫ് യു ഗോ ഗ്ലോബൽ ദെൻ യു ഹാവ് ടു പുട്ട് മോർ എഫേർട്ട് ഇൻ ദ റിസർച്ച് ഓൾസോ. നൗ വി ആർ ഗോയിങ് ലൈബ്രറീസ് എവറി ഡേ. നമ്മൾ കോളേജ് കഴിഞ്ഞിട്ട് ലൈബ്രറിയൊക്കെ പോയിട്ട് കുറേ കാലങ്ങളായി, തിരിച്ചിവിടെ തന്നെ വരുന്നു പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇറ്റ്സ് നൈസ്, യു ആർ ലേണിംഗ്, ആസ് എ 10 വർഷമൊന്നും അല്ലാന്ന് എനിക്ക് തോന്നി. യു ഹാവ് ടു ലേൺ ഈവൺ മോർ. ഇപ്പോഴും എനിക്കറിയാത്ത കുറേ കാര്യങ്ങളുണ്ട് ഫാഷൻ സ്പേസിൽ. ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എനിക്ക് തോന്നുന്നു എല്ലാ സ്പേസിൽ നിന്നും വി ആർ അക്വയറിങ് മോർ നോളജ്. ആൻഡ് അതാണ് എനിക്ക് ഏറ്റവും ആയിട്ട് തോന്നുന്നത്. അങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമല്ലേ, ഇങ്ങനെ നമുക്ക് ഓരോ തീം എടുക്കുമ്പോഴും ആ തീമിനെ നമ്മൾ കുറച്ച് കൂടുതൽ റിസർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ അണ്ടർലൈൻഡ് കുറേ നമ്മൾ പഠിക്കുകയാണല്ലോ, അത്രയും അക്വയർ ചെയ്യുകയാണല്ലോ നോളജ്. ടീമിനും അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇപ്പം ഞങ്ങൾ അങ്ങനത്തെ കുറേ പെർഫോമൻസ് ആണെങ്കിൽ അത് പോയി കാണും.
ആൾക്കാരായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അതിൻ്റെ പിന്നെ അതിനെങ്ങനെ ടെക്സ്റ്റൈലിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം അത് ഞങ്ങൾ നോക്കും. പണ്ട് അങ്ങനെ ടെക്സ്റ്റൈലിലൊന്നും ഞാൻ അത്രയും ഫോക്കസ് ചെയ്യില്ലായിരുന്നു ഹാൻഡ്ലൂമിലൊക്കെ. ഇപ്പം ഞങ്ങൾ കുറച്ചും കൂടെ അതും ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ സൈഡിലും പുതിയത് പഠിക്കുന്നു. പിന്നെ ഡിഫറെൻറ്റ് സിറ്റീസിൽ ഞങ്ങൾ പോപ്പപ്സ് ചെയ്യുമ്പോൾ യു സി എ ന്യൂ ക്രൗഡ്, ന്യൂ സ്റ്റൈൽസ്, അവരുടെ ഐഡിയാസ്, അവരായിട്ട് മീറ്റ് ചെയ്യുമ്പോഴും you get more motivated and inspired when you are other people also buying and wearing your clothes, and ആ ഒരു അപ്രിസിയേഷൻ കിട്ടുമ്പോൾ then കം ബാക്ക് വിത്ത് മോർ സ്പിരിറ്റ്. അടുത്ത കളക്ഷൻ നമുക്ക് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. പക്ഷേ ഐ റിയലി ലൈക്ക് ഗോയിങ് എവറി ഡേ ടു മൈ ഓഫീസ് ആൻഡ് വർക്കിംഗ് വിത്ത് ദ ടീം. ഇറ്റ്സ് മോർ ക്രിയേറ്റീവ് സ്പേസ്. ഇറ്റ്സ് ഐ തിങ്ക് ആ ഒരു എലമെൻറ്റ്സ് എല്ലാം എൻ്റെ കളക്ഷനിൽ, ആ ഒരു പ്ലേഫുൾനെസ്. ഐ എം എ മോർ അങ്ങനത്തെ. ഐ ഡോണ്ട് ലൈക്ക് ടു സീ ലൈഫ് ടു സീരിയസ്ലി. ഞാനിപ്പോഴും എനിക്ക് എന്തിനാ ആൾക്കാർ ഈ നമ്മുടെ അകത്ത് എല്ലാവരുടെയും അകത്തൊരു ദർ ഇസ് എ ചൈൽഡ് ഇൻസൈഡ് ഓൾ ഓഫ് us, നോ. അപ്പോൾ അതിനെല്ലാവരും ഇങ്ങനെ അടച്ചുപിടിച്ച് ഇങ്ങനെ ഭയങ്കര സീരിയസ് ബോസ് ലേഡി ആയാൽ ഞാൻ ഇങ്ങനെ നിൽക്കേണ്ടി വരുമോ, ഞാൻ ഇങ്ങനെ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു. എനിക്കതാവാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഭയങ്കര സില്ലി കോമഡിയൊക്കെ ഇടയ്ക്ക് പിള്ളേരുടെ അടുത്ത് അടിക്കും. പക്ഷേ എന്താ ഞാൻ സീരിയസ് ആവേണ്ട സമയത്ത് എനിക്ക് എൻ്റെ വർക്കിൽ എന്തെങ്കിലും വേറെ ഇതിലൊക്കെ വരുമ്പോൾ ഞാൻ ചിലപ്പോൾ എൻ്റെ കൺട്രോളൊക്കെ പോകും, ചിലപ്പോൾ ചീത്തയൊക്കെ പറയും. പക്ഷേ nothing personal, it's all related to work. പക്ഷേ I always feel we shouldn't ആ kid എപ്പോഴും ഉണ്ടാവണം. It should be always, that brings a lot of, I think that reflects in your designs as well. Yeah, thank you. So carry forward ചെയ്യണം and create more. അപ്പോൾ ഫസ്റ്റ് തോട്ട് വാസ് മലയാളി ഫീമെയിൽസിന് എത്രത്തോളം അങ്ങനെ നമുക്ക് പ്ലേഫുൾ ഫൺ, എല്ലാവരും കുറച്ചൊരു ഇൻഹിബിഷനൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർ മാറി. അതുകൊണ്ട് ഇറ്റ്സ് മോർ ഈസിയർ ഫോർ മീ. അങ്ങനെ എന്തോരം ഇൻട്രസ്റ്റിംഗ് കളക്ഷൻസ് ഉണ്ടാക്കാം, എത്രത്തോളം സ്ഥലത്തോട്ട് പോകാൻ പറ്റും, അങ്ങനെയൊക്കെ ഇപ്പോൾ ചിന്തിക്കുന്നു. ഐ ഹോപ്പ് ഇറ്റ് വർക്ക്സ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. XXXY ഫൈറ്റില് വൈനെ ചവിട്ടി മാറ്റി XX ആയി വന്ന ആള് ഡ്രീം മോർ, മേക്ക് മോർ സ്പേസസ് ഫോർ വിമൻ and be that brand that we all will look up to. Oh, thank you so much. Thank you from Malabar Journal. Thank you, Vanchana.